വിഴിഞ്ഞം പോർട്ടിൻ്റെ ആദ്യ ഘട്ടത്തിൻ്റെ ഒരു പണി പൂർത്തിയായി എന്നുള്ള രീതിയിലാണ് മാധ്യമ വാർത്തകളും ആഘോഷ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തെ സംബന്ധിച്ച് അതിൻ്റെ സാമ്പത്തിക നിലയിലോ ഏതെങ്കിലും തരത്തിലുള്ള സാമൂഹിക രാഷ്ട്രീയ അന്തരീക്ഷത്തിലോ ഒരു പൈസയുടെ പോലും ലാഭമില്ലാത്ത ഒരു കരാറാണ് വിഴിഞ്ഞം കരാറ്, അദാനി കരാറ്. പക്ഷെ അതിനെ ഒരു പ്രശ്നവും ഇല്ലാതെ കേരളീയ സമൂഹവും കേരളീയ രാഷ്ട്രീയ നേതൃത്വവും ഭരണകൂടവും ഏറ്റെടുത്തിരിക്കുകയാണ്. ഈ കരാർ എത്രത്തോളം കേരളത്തിന് പ്രതിലോമകരമായിട്ടാണ് നിൽക്കുന്നതെന്ന് ഒന്ന് വിശദീകരിക്കാം. ഇല്ല, നമ്മുടെ കേരളം ഇപ്പോൾ തന്നെ എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. സാമ്പത്തികമായിട്ട് സംസ്ഥാന സർക്കാർ സാമ്പത്തികമായി ഭയങ്കര പ്രതിസന്ധിയിലാണ്, മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥ. പിന്നെ കേന്ദ്രത്തെ പഴിചാരലും അങ്ങനെയുള്ള രീതിയിലാണല്ലോ കാര്യങ്ങൾ നടക്കുക. അപ്പോൾ നമ്മളൊരു പദ്ധതി വരുമ്പോൾ പ്രധാനമായിട്ട് ആലോചിക്കേണ്ടത് ആ പദ്ധതി സാമ്പത്തികമായി സംസ്ഥാനത്തിനും നാട്ടുകാർക്കും എന്ത് ഗുണം ചെയ്യുമെന്നാണല്ലോ നോക്കേണ്ടത്. അപ്പോൾ പക്ഷേ ഈ പദ്ധതിയുടെ കാര്യത്തിൽ നോക്കിയാൽ ആദ്യം മുതൽക്കേ ഈ പദ്ധതിയോട് ഇതുകൊണ്ട് യാതൊരു ഗുണവും ഉണ്ടായില്ല എന്ന് അംഗീകരിച്ചുകൊണ്ടാണ് ഈ പദ്ധതി നടക്കുന്നത്. ഇപ്പം മന്ത്രി കെ ബാബു ആണല്ലോ ആദ്യം ഈ തുറമുഖ വകുപ്പ് മന്ത്രി ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഈ പദ്ധതിയുടെ കരാർ ഒപ്പുവെക്കുന്നത്. ഞാൻ അതിനു മുമ്പുള്ള കാലത്തേക്കൊന്നും കിടക്കുന്നില്ല, കാരണം ഇതിപ്പോൾ പറഞ്ഞു പലരും SRCP രാമസ്വാമി അയ്യരുടെ കാലത്തേ ഉള്ള എന്ന് പറഞ്ഞാണ് അവകാശവാദങ്ങളും ഒക്കെ. അപ്പോൾ അതിലേക്കൊന്നും പോയിട്ട് കാര്യമില്ല. നമ്മൾ ഇപ്പോഴത്തെ നടക്കുന്ന ഈ തുറമുഖ പദ്ധതിയുടെ രേഖയും പ്രോജക്റ്റ് റിപ്പോർട്ടും ഫീസിബിലിറ്റി റിപ്പോർട്ട് അതിൻ്റെ DPR ഇതെല്ലാം തയ്യാറാക്കിയത് തീർച്ചയായിട്ടും ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്താണ്. അപ്പോൾ വളരെ വ്യക്തമായിട്ടും അതൊരു പരിസ്ഥിതിയെ അപ്പോൾ ഉമ്മൻചാണ്ടിയുടെ കാലത്തിന് മുമ്പാണെങ്കിൽ അച്യുതാനന്ദൻ്റെ കാലത്ത് ഇതിനെക്കുറിച്ചുള്ള ഒരു പഠന ലോകബാങ്ക് അംഗീകരിച്ച ഒരു ഏജൻസിയെ കൊണ്ട് IFC എന്ന് പറയുന്ന ഏജൻസിയെ കൊണ്ട് അവർ പഠിച്ചതാണ് അച്യുതാനന്ദൻ്റെ കാലത്ത്. അപ്പോൾ ആ കാലത്ത് IFCയുടെ റിപ്പോർട്ടാണെങ്കിൽ ഇത് സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ടാണ്, സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക വയബിളല്ല, അതുകൊണ്ട് ഈ പദ്ധതി വേറെ ഈ ഒരു കൊമേഴ്ഷ്യൽ പോർട്ട് എന്നുള്ള നിലയ്ക്ക് ഇവിടെ യാതൊരു സ്കോപ്പും ഇല്ലെന്ന് തന്നെയാണ് അവർ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഈ റിപ്പോർട്ടുള്ളപ്പം ഈ പദ്ധതി നടപ്പാക്കാൻ ഉമ്മൻചാണ്ടിക്ക് ബുദ്ധിമുട്ടായി. അപ്പോൾ ഉമ്മൻചാണ്ടി എന്താ ചെയ്ത് അവരങ്ങ് കളഞ്ഞു, IFCയെ ഒഴിവാക്കി. IFCയെ ഒഴിവാക്കിയിട്ട് വേറെ ചില ഏണസ്റ്റ് ആൻഡ് യങ്ങിനെയൊക്കെയാണ് പിടിച്ചത്. അപ്പോൾ അവരാണ് എല്ലാം തയ്യാറാക്കി കൊടുത്തത്. അപ്പോൾ ഈ IFC ഉണ്ടായിരുന്നെങ്കിൽ ഒരു ഗുണം, IFCയുടെ ഇത് പ്രോജക്റ്റ് വയബിൾ ആണെന്ന് കണ്ടാൽ വേൾഡ് ബാങ്ക് തുടങ്ങിയ ഏജൻസികളുടെ ധനസഹായം കിട്ടും. പക്ഷേ അപ്പോൾ അത് കിട്ടില്ല എന്ന് ഉറപ്പായി. അപ്പോൾ അത് കിട്ടാത്തതുകൊണ്ട് ഇവർ സ്വന്തം നിലയ്ക്ക് തന്നെ മുന്നോട്ട് പോയി. അപ്പോൾ ഇവിടെ അവരെല്ലാം വിശ്വസിച്ചിരുന്നത് ആദ്യമൊക്കെ ഇത് ഭയങ്കര ലോകത്തെ ഏറ്റവും ആഴം കൂടിയ സ്ഥലം, അപ്പോൾ ഇങ്ങനെയൊരു പദ്ധതി ആരും ചെയ്യാതിരിക്കുന്നത് മണ്ടത്തരമാണ്. അപ്പോൾ ഇങ്ങനെയൊരു പദ്ധതി മുന്നോട്ട് വെച്ചാൽ ഇത് ഏറ്റെടുക്കാൻ ആഗോള കമ്പനികൾ മുന്നോട്ട് വരുമെന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. പക്ഷേ അങ്ങനെ ഇവർ ഈ രണ്ടാമത് ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ DPR തയ്യാറാക്കിയപ്പോൾ പഠിച്ച അവരും പറഞ്ഞത് ഈ പദ്ധതി വിഴിഞ്ഞം ഒരു കൊമേഴ്ഷ്യൽ പോർട്ട് എന്നുള്ള നിലയ്ക്ക് വിജയിക്കില്ല. ആകെ ഒരു സാധ്യത ഉള്ളത് ട്രാൻസ്ഷിപ്മെൻറ്റ് പോർട്ട് എന്നുള്ള നിലയ്ക്ക്. ഇപ്പോൾ ട്രാൻസ്ഷിപ്മെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക ഇക്കോണമിയുമായിട്ട് യാതൊരു തരത്തിലും ബന്ധമൊന്നും വേണ്ട. അതിന് ട്രാൻസ്ഷിപ്മെൻറ്റ് പോർട്ട് ഒരു സ്ഥലം നമ്മൾ വാടകയ്ക്ക് കൊടുക്കുന്ന പോലെ. വാടകയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ അവിടെ വരും, വാടകയ്ക്ക് എന്തൊക്കെയോ ചെയ്യുന്നു, നമുക്ക് വാടക കിട്ടും. അപ്പോൾ ഈ ട്രാൻസ്ഷിപ്മെൻ്റ് എന്ന് പറയുന്നത് വലിയ കപ്പലിൽ ചരക്ക് കണ്ടെയ്നറുകളിൽ കൊണ്ടുവരിക, ഇറക്കി വെക്കുക. ഒരു 10,000-15,000 കണ്ടെയ്നറുകളെന്ന് വെച്ചോളൂ, ഇറക്കി വെക്കുക. ഈ 10,000 കണ്ടെയ്നറുകൾ 1,000-1000 2,000 3,000 വീതം ചെറിയ കപ്പലുകളിലേക്ക് വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോവുക. അപ്പോൾ ഇത് ഇറക്കി വെക്കാനും ചെറിയ കപ്പലുകൾക്ക് വന്ന് എടുത്തുകൊണ്ട് പോകാനും, ഈ ഒഴിഞ്ഞ കണ്ടെയ്നറുകൾ ചെറിയ കപ്പലുകളിൽ കൊണ്ടുവന്നാൽ വലിയ കപ്പലുകളിലേക്ക് അത് കയറ്റി തിരിച്ചു വിടാനും, ഇതാണ് വാടകയ്ക്ക് കൊടുക്കുക എന്ന് പറഞ്ഞതിൻ്റെ ഞാൻ ഉദ്ദേശിച്ച കാര്യം. അപ്പോൾ ഇതേ നടക്കത്തുള്ളൂ ഇവിടെ. കാരണം ഇവിടെ കൊച്ചിയിൽ വേറെ പോർട്ടുണ്ട്. അപ്പോൾ ഇവിടെ വലിയ തെക്കൻ കേരളത്തിലോ ദക്ഷിണ തമിഴ്നാട്ടിലോ പോലും ഈ ഒരു പോർട്ട് എന്നുള്ള നിലയ്ക്കുള്ള ഇനി സാധ്യതയില്ല. അവിടെ വേറൊരു തൂത്തുക്കുടിയിൽ വേറൊരു പോർട്ട് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, കൊമേഴ്ഷ്യൽ പോർട്ട്. അപ്പോൾ ഇവിടെ അങ്ങനെയുള്ള സ്കോപ്പ് ഇല്ലയെന്ന്. അപ്പോൾ ട്രാൻസ്ഷിപ്മെൻറ്റ് ചെയ്യാവുന്നതായി. ശരി, അപ്പോൾ അങ്ങനെയാണ് മുന്നോട്ട് പോയത്. അപ്പോൾ ട്രാൻസ്ഷിപ്മെൻറ്റ് പോർട്ട് എന്നുള്ള നിലയ്ക്ക് ആയിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിനെ സമീപിച്ചപ്പോൾ തന്നെ, പരിസ്ഥിതി മന്ത്രാലയത്തിനോട് സമീപിച്ചപ്പോൾ തന്നെ പരിസ്ഥിതി മന്ത്രാലയത്തിലെ എക്സ്പേർട്സ് ചോദിച്ചത്, ഇവിടെ തൊട്ടടുത്ത് നിങ്ങളുടെ
തിരുവനന്തപുരത്തിന് തൊട്ടടുത്ത് കൊച്ചിയിൽ ഒരു ട്രാൻസ്ഷിപ്മെന്റ് പോർട്ട്, ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ഷിപ്പ് പോർട്ട് പ്രവർത്തിക്കുകയാണല്ലോ. അപ്പോൾ അത് അതിൻ്റെ ശേഷിക്കനുസരിച്ചുള്ള പ്രവർത്തനം 2011 ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞിട്ടാണ്. ഇവർ 3 വർഷം കഴിഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പോൾ 2011 തുടങ്ങിയ 3 വർഷമായി പ്രവർത്തിക്കുന്ന ഒരു ട്രാൻസ്ഷിപ്മെന്റ് പോർട്ടിന് പോലും ഒരു ബിസിനസ് നടക്കുന്നില്ല. പിന്നെന്തിനാണ് നിങ്ങൾ ഈ ഒരു പുതിയ ട്രാൻസ്ഷിപ്മെന്റ് പോർട്ട്? ഈ ചോദ്യമാണ് അവർ ആദ്യം ഉന്നയിച്ച ഒരു ചോദ്യം. രണ്ടാമത് അവർ തന്നെ ഉന്നയിച്ച ചില വേറെ വളരെ പരിസ്ഥിതി സംബന്ധമായും നമ്മുടെ ഈ മേഖലയിൽ പണിയെടുക്കുന്ന കടലിൽ ഇവിടെ വസിക്കുന്ന ആളുകളുടെ അവസ്ഥയും തീരത്തിൻ്റെ അവസ്ഥയും ഇതും അവർ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞത് തിരുവനന്തപുരം ജില്ലയാണ് കേരളത്തിൽ ഏറ്റവും അധികം തീരശോഷണം അനുഭവപ്പെടുന്ന ഒരു ജില്ല. തീരശോഷണം, അപ്പോൾ ഇറോഷൻ. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് എങ്ങനെ ഞങ്ങൾക്ക് പോർട്ട് അനുവദിക്കാൻ പറ്റും? ഇറോഡിങ് ബീച്ചസ് ഇവിടെ ഉണ്ട്. തിരുവനന്തപുരത്ത് പിന്നെ വിഴിഞ്ഞത്തിന് തെക്കുള്ള സ്ഥലം മുഴുവൻ ഇറോഡിങ് ആയിരുന്നു, നമുക്കറിയാം. അപ്പം ഇത് പഠന റിപ്പോർട്ടുകൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് അവർ പറയുന്നത്. അവര് ഇന്ന പഠന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇവിടെ തിരുവനന്തപുരം ഒരു ഇറോഡിങ് കോസ്റ്റാണ്, അവിടെ തുറമുഖം പാടില്ല എന്ന് നിയമമുണ്ട്. CRZ നിയമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വകുപ്പാണ് ഇറോഡിങ് സ്ട്രെച്ചസ് ഓഫ് കോസ്റ്റിൽ പോർട്ട് ഈസ് എ പ്രൊഹിബിറ്റഡ് ആക്ടിവിറ്റി, നിരോധിച്ചിട്ടുള്ള സംഗതിയാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ പറ്റും? ഇതും അവർ ചോദിച്ച സംഗതിയാണ്. പക്ഷേ അന്ന് ഭരിക്കുന്ന കോൺഗ്രസ് ആണെന്ന് ഓർക്കണം. അന്ന് ജയറാം രമേശാണ് അന്നത്തെ പരിസ്ഥിതി മന്ത്രി. അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള വകുപ്പിലെ എക്സ്പേർട്ട് അപ്രൈസൽ കമ്മിറ്റി മെമ്പേഴ്സാണ് ഈ ചോദ്യങ്ങളെല്ലാം ഉന്നയിക്കുന്നത്. ഇത് ജയറാം രമേശിൻ്റെ ശ്രദ്ധയിലും പെട്ടു. അദ്ദേഹം ഇവിടെ വന്ന് അദ്ദേഹത്തിൻ്റെ എക്സ്പേർട്സിനെയും കൊണ്ടാണ് വന്നത്. അപ്പോൾ അവരൊക്കെ വന്ന് സ്ഥലം കണ്ടിട്ട് പറഞ്ഞു, അയ്യോ ഇത് വലിയ അപകടമാണ് ഇത് ഇങ്ങനെ ഇവിടെ നിർമ്മിക്കുന്നത്, ഇവിടുത്തെ ആൾക്കാരോടല്ല. അദ്ദേഹം എന്നിട്ട് തിരിച്ചു. പക്ഷേ അന്ന് അദ്ദേഹത്തിൻ്റെ മുകളിലിരിക്കുന്ന മന്ത്രിമാർ വേറെ, AK ആൻ്റണി, ശശി തരൂർ ഇവിടുത്തെ MP, അദ്ദേഹം മന്ത്രിയാണ്. അപ്പോൾ ഇവരെല്ലാം ശക്തമായി രാഷ്ട്രീയ സമ്മർദ്ദം ചെലുത്തുന്നു. അങ്ങനെയാണ് ഈ പരിസ്ഥിതി ആഘാത പഠനം പോലും നടത്താൻ ജയറാം രമേശിൻ്റെ മന്ത്രാലയത്തിന് കീഴിലുള്ള എക്സ്പേർട്ട് അപ്രൈസൽ കമ്മിറ്റി അനുവാദം കൊടുത്തത്. അതുവരെ അവർ പരിസ്ഥിതി പഠനമേ നടത്തണ്ട എന്നുള്ള അഭിപ്രായക്കാരായിരുന്നു അവർ. അത്രയും വിസിബിളാണ്, വ്യക്തമാണ്. അപ്പോൾ അങ്ങനെ ഒരു പോർട്ടാണ് ഇപ്പോൾ ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്, നമ്മൾ ആദ്യം തിരിച്ചറിയുക. അപ്പോൾ ഈ ഒരു പോർട്ട് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ട്രാൻസ്ഷിപ്മെന്റ് പോർട്ട് മാത്രമാണ്. അപ്പം നമ്മൾ ഇവിടെ ഈ വിഴിഞ്ഞത്തെക്കുറിച്ച് പറയുമ്പോൾ അവരുന്നയിച്ചതുപോലെ വല്ലാർപാടത്തിൻ്റെ കാര്യം, ഇത് കേരളത്തിലെ ആണല്ലോ. അപ്പോൾ കേരളത്തിലെ കൊച്ചിയിലെ പോർട്ട് എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയാണ്. അപ്പോൾ കൊച്ചിയിൽ ഓൾറെഡി ഒരു പോർട്ട് ഉണ്ടായിരുന്നു. വെല്ലിംഗ്ടൺ ഐലൻഡിലാണ് നമ്മുടെ ചരിത്ര പ്രാധാന്യമുള്ള പോർട്ട്. ആ പോർട്ട് ഉള്ളപ്പോഴാണ് അതൊരു ഗേറ്റ് വേ പോർട്ട് എന്ന് പറയും. ഗേറ്റ് വേ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഷിപ്മെൻ്റ് ഇല്ല, ചരക്കുകൾ കയറ്റി അയക്കുക, കേരളത്തിലെ ചരക്കുകളും തമിഴ്നാട്ടിലെയും ഒക്കെ കയറ്റുക, ഇവിടത്തേക്ക് ആവശ്യമുള്ള ചരക്കുകൾ പുറത്തുനിന്ന് വരുമ്പോൾ ഇറക്കുമതി ചെയ്യുക. ഇതാണ് ഗേറ്റ് വേ പോർട്ട്. അപ്പോൾ അവിടെ ട്രാൻസ്ഷിപ്മെൻ്റ് ഇല്ല. അപ്പോൾ ഗേറ്റ് വേ പോർട്ട് ഉള്ളപ്പോൾ വേറൊരു പോർട്ടാണ്, ട്രാൻസ്ഷിപ്മെൻറ്റിന് വേണ്ടി മാത്രമാണ് ആ പോർട്ട് ഉണ്ടാക്കിയത് കേന്ദ്ര ഗവൺമെൻറ്. അതും കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് അവിടെ ഉണ്ട്, അതും കേന്ദ്ര ഗവൺമെൻറ് കീഴിലുള്ളത്. അപ്പോൾ ഒരേ സമയം ഗേറ്റ് വേ പോർട്ട് അവിടെ നടക്കുകയും വല്ലാർപാടത്ത് ട്രാൻസ്ഷിപ്മെൻറ്റ് തുടങ്ങുകയായിരുന്നു ഇവർ ഉദ്ദേശിച്ചത്. അപ്പോൾ വല്ലാർപാടത്ത് വളരെ പെട്ടെന്ന് കമ്മീഷൻ ചെയ്തു. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ ഓവർ ബ്രിഡ്ജ് ഈ ഐലൻഡിൽ കൂടെയുള്ള ഇത് അവിടെയാണ്. അത് നിർമ്മിച്ചത് മുഴുവൻ കേന്ദ്ര സർക്കാരിൻ്റെ പണം, കേരളത്തിനൊരു പൈസയുടെ ചിലവില്ലായിരുന്നു. പുതിയ റോഡുകൾ നിർമ്മിച്ചു, പാലങ്ങൾ നിർമ്മിച്ചു, ഇതെല്ലാം നിർമ്മിച്ചിട്ടാണ് ഈ പദ്ധതി. അപ്പോൾ ആ വല്ലാർപാടം പദ്ധതിയുടെ ഗ്ലോബൽ ടെൻഡർ വിളിച്ചപ്പോൾ ഒരുപാട് ഗ്ലോബൽ കമ്പനീസ് മുന്നോട്ട് വന്നു. ദുബായ് പോർട്സ്, നമ്മുടെ അദാനിയും മുന്നോട്ട് വന്നു, വേറെയും പല കമ്പനികൾ, പോർട്ട് ഓപ്പറേറ്റേഴ്സാണ് ഇതിനു വേണ്ടി വരുന്നത്. അപ്പോൾ ഗ്ലോബൽ ടെൻഡർ എന്തിനു വേണ്ടിയിട്ടാണ് വിളിക്കുന്നത്? ഇത് ഇത്ര വർഷത്തേക്ക്. അപ്പോൾ അന്ന് നിലവിലുള്ള നിയമം അനുസരിച്ച് ഒരു പോർട്ട് 30 വർഷത്തേക്കാണ് കൊടുക്കുക. പിന്നെ നിങ്ങൾ ഇങ്ങനെ പോർട്ട് പ്രവർത്തിപ്പിച്ചാൽ നിങ്ങൾ ബിൽഡ് ആൻഡ് ഓപ്പറേറ്റ് ആണ്. അപ്പോൾ അടിസ്ഥാന മറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കും. ഏതാ റെയിൽ റോഡ് കണക്ടിവിറ്റി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ചെയ്തു കൊടുക്കും. പക്ഷേ മറ്റ് ബെർത്ത്, ക്രെയിൻസ്, അങ്ങനെയുള്ള സാങ്കേതിക ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ഈ പോർട്ട് ഓപ്പറേറ്റർ ചെയ്യണം. അപ്പോൾ അങ്ങനെ പോർട്ട് ഓപ്പറേറ്റ് നിങ്ങൾ അതിനു വേണ്ടി ബിൽഡ് ഓപ്പറേറ്റ് പണി നടത്തി 30 വർഷത്തേക്ക് നടത്തുമ്പോൾ നിങ്ങൾ പ്രതിവർഷം എത്ര വരുമാനത്തിൻ്റെ എത്ര ശതമാനം ഞങ്ങൾക്ക് തരും? ഇതാണ് ബിഡ്. അപ്പോൾ ഏറ്റവും ഹയസ്റ്റ് ബിഡ് തരുന്നയാൾ
കൊടുക്കണം, കരാറുകൾ കരാറ് ആവും. അപ്പോൾ ആദ്യമേ ഞാൻ പറഞ്ഞ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് തന്നെ ഒരുപാട് പേര് വന്നു കഴിഞ്ഞു. അപ്പോൾ അവസാനം ബിഡ് നടത്തി കഴിഞ്ഞപ്പോൾ അവിടെ എങ്ങനെയാണ് സംഭവിച്ചത്? ഏറ്റവും ഹയസ്റ്റ് ബിഡ് കൊടുത്തത് അദാനിയല്ല, ദുബായ് പോർട്ട്സാണ്. ഓക്കെ. ദുബായ് പോർട്ട്സ് ഓഫർ ചെയ്തത് എന്താ? 33.33% വരുമാനത്തിൻ്റെ 100-ൽ. അപ്പോൾ 1/3 കൊടുക്കാൻ തയ്യാറായിട്ടാണ് അവരത് ഏറ്റെടുക്കുന്നത്. അപ്പോൾ എന്തുമാത്രം സാധ്യതയുള്ള പോർട്ടാണെന്നുള്ള അടിസ്ഥാനത്തിലാണ് അവർ ചെയ്തത്. അദാനി ആ ബിഡിൽ പങ്കെടുത്തിട്ട് ഓഫർ ചെയ്തത് എത്രയെന്നറിയാമോ? 13.3. പക്ഷെ അദാനി കിട്ടിയില്ല, ദുബായ് പോർട്ട്സ് കിട്ടിയ. അങ്ങനെയാണ് ആ പോർട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു പോർട്ട് നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് വിഴിഞ്ഞത്തിൻ്റെ പോർട്ട് വേണ്ടി EIA പഠനവും. ഇപ്പോൾ EIA പഠനം എല്ലാം നടത്തി അനുമതി വാങ്ങിച്ചെടുത്തത് മുഴുവൻ കേരള സർക്കാരാണ്. VISL എന്ന് പറയുന്നത് മൊത്തം അഴിമതിയും ശാസ്ത്രവിരുദ്ധതയുണ്ട്. ശാസ്ത്രവിരുദ്ധത മാത്രമല്ല, ഈ പറഞ്ഞതുപോലെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് ശാസ്ത്രജ്ഞന്മാരുടെ മേൽ സമ്മർദ്ദം ചെലുത്തി അവരുടെ തന്നെ അഭിപ്രായത്തെ മാറ്റിമറിച്ച് അങ്ങനെയൊക്കെയാണ് നേടിയെടുത്തത്. ഇപ്പോൾ നമ്മുടെ ഈ അടുത്ത കാലത്ത് നമ്മുടെ തോമസ് ഐസക്, അദ്ദേഹം പണ്ഡിതനാണ്. പക്ഷെ അദ്ദേഹം ഉന്നയിച്ച ഒരു ആരോപണം കേട്ടോ, ശ്രദ്ധിച്ചോ? അദ്ദേഹം എന്താ പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞ് ജയറാം രമേശ് ഇരുന്ന കാലത്ത് വിഴിഞ്ഞത്തിനെതിരായിട്ട് നിലകൊണ്ടു. ഐസക്കിനെ പോലെ ഒരാളാണ് ഇങ്ങനെ പറയുന്നതൊന്നും ആലോചിച്ച് നോക്കുക. ഇങ്ങനെയുള്ള ഒരു വിഴിഞ്ഞം പോർട്ടിന് എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് ക്ഷണിച്ചപ്പോൾ ആളില്ല. ആകെ ഉണ്ടെന്ന് പറയാവുന്ന പോർട്ട് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയാവുന്ന 2 പേരെ വന്നുള്ളൂ. ഒന്ന് അദാനി, മറ്റൊന്ന് SR പോർട്ട്സ് എന്ന് പറഞ്ഞത്. ഈ SR പോർട്ട്സിനെ അദാനി വിലക്കെടുത്തു പിന്നീട്. ഇപ്പം അങ്ങനെ ഒരു പോർട്ട് കമ്പനിയില്ല. പിന്നെ ചില പോർട്ട് ഓപ്പറേറ്റേഴ്സ് അല്ലാത്ത ചില ഏജൻസികളും പങ്കെടുത്തു. എന്തായാലും അവസാനം ഈ SR പോർട്ട് പോലും പിന്മാറി. അവസാനം ഫൈനൽ ഡോക്യുമെൻ്റ് വാങ്ങിക്കാനായിട്ട് 3 പേരെ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് അദാനിയാണ്, മറ്റവരൊന്നും പിന്നെ വന്നേയില്ല. ഈ 3 പേരിൽ തന്നെ വേറെ ആരും പിന്നെ താല്പര്യം എടുത്ത് വന്നില്ല. പോട്ടെ. എന്നിട്ട് അപ്പോൾ ഈ കേരളത്തിൻ്റെ ബിഡിൽ പറയുന്നത് നിങ്ങൾ എത്ര വരുമാനം തരും, കൊച്ചിയുടേതുപോലെ നിങ്ങൾ എത്ര വരുമാനം ഇങ്ങോട്ട് തരും, നിങ്ങൾക്ക് എത്ര ഗ്രാൻഡ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നു, ഇത് നടത്തിപ്പിൽ എത്ര തുക ഗ്രാൻഡായിട്ട് നിങ്ങൾ, അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് സൗജന്യമായിട്ട് സർക്കാരിൽ നിന്ന് എത്ര വേണം, ഇതെല്ലാം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ബിഡാണ്. ആദ്യത്തെ ബിഡിൽ അദാനി പോലും ബിഡ് കൊടുത്തില്ല. ബിഡ് കൊടുക്കാതിരുന്നിട്ട് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്തു. ആ എക്സ്റ്റെൻഡ് ചെയ്ത സമയത്താണ് ഡൽഹിയിൽ ഇപ്പോഴത്തെ പിന്നെ ചീഫ് മിനിസ്റ്ററുടെ നമ്മുടെ ഡൽഹിയിലെ പ്രതിനിധി ഉണ്ടല്ലോ, കെ വി തോമസ്, അന്ന് കോൺഗ്രസിൻ്റെ MP ആയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ച് അദാനിയും ഉമ്മൻചാണ്ടിയും കൂടിക്കാഴ്ച നടത്തുന്നു. ഈ ബിഡ് കൊടുക്കാതിരുന്നതിന് ശേഷം രണ്ടാമത് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്ത തീയതിക്ക് മുമ്പായി ഇതിനിടയ്ക്കുള്ള ആ സമയത്താണ് കൂടിക്കാഴ്ച നടക്കുന്നത്. കൂടിക്കാഴ്ച നടന്ന ശേഷം രണ്ടാമത് വീണ്ടും നടത്തിയ ബിഡിലാണ് അദാനി മാത്രമേ ബിഡിന് ഓഫർ വെച്ചുള്ളൂ. എന്താണ് ആ ഓഫർ? അതാണ് നിങ്ങൾ നേരത്തെ പറഞ്ഞ 15 വർഷത്തേക്ക് ഒന്നും തരത്തില്ല. 15 വർഷം കഴിയുമ്പോൾ 1% ലാഭത്തിൻ്റെ വരുമാനത്തിൻ്റെ അല്ല, ലാഭത്തിൻ്റെ. അപ്പോൾ അത് മാത്രമല്ല, അദ്ദേഹം ഗ്രാൻഡോ ഒരു പദ്ധതിക്ക് ഇന്ത്യയിൽ പരമാവധി ഗ്രാൻഡ് കൊടുക്കാൻ എത്രയേ കൊടുക്കാൻ പാടുള്ളൂ എന്ന് ഇവിടെ നിയമമുണ്ട്. 40% ഗ്രാൻഡ് കൊടുക്കാൻ, 40 അല്ല 20% അതേ കൊടുക്കാൻ നിയമമുള്ളൂ. അപ്പോൾ അത് മുഴുവൻ അയാൾ ചോദിച്ചു, ഗ്രാൻഡ് അതും വേണം. പിന്നെ പിന്നെ നോക്കിയപ്പോഴാണ് ഞാൻ പദ്ധതി രേഖകൾ പരിശോധിച്ചപ്പോഴാണ് കണ്ടത്, പദ്ധതി രേഖകളിൽ സ്റ്റേറ്റ് ചെയ്യേണ്ടത് എന്ത്, പ്രോജക്റ്റ് ഹോൾഡർ ചെയ്യേണ്ടതെന്നുള്ള കാര്യത്തിലൊക്കെ ചില വ്യത്യാസങ്ങൾ വരുത്തി. ഉദാഹരണത്തിന് ഈ വിഴിഞ്ഞം പോർട്ടിന് മാത്രമുള്ള ഒരു പക്ഷേ കൊച്ചിയുമായിട്ട് താരതമ്യം ചെയ്യുമ്പം ഇവിടെ മാത്രമുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ ബ്രേക്ക് വാട്ടർ പണിയണം. ഈ 3.2 ആ വട്ടത്തിൽ വളഞ്ഞു കാണുന്നത്. വല്ലാർപാടത്ത് ഇതില്ല കേട്ടോ, കാരണം അതിൻ്റെ ആവശ്യമില്ല. അതൊരു നാച്ചുറൽ പോർട്ടാണ്, ദ്വീപിലാണ്, കായലിനകത്താണ്. വല്ലാർപാടം വേമ്പനാട്ട് കായലിലാണല്ലോ, അപ്പം അവിടെയാണ് തുറമുഖം. അപ്പം അവിടെ തിരമാലകൾ വരുന്നില്ല. അപ്പം തിരമാലകളെ തടഞ്ഞു നിർത്തി ഈ ഉൾപ്രദേശം, കപ്പലുകൾ വന്ന് അടുക്കുന്ന ഹാർബർ ശാന്തമായിരിക്കാൻ, ട്രാങ്ക്വിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ കൃത്രിമമായി ഈ ബ്രേക്ക് വാട്ടർ നിർമ്മിച്ചത്. അപ്പോൾ ഈ ബ്രേക്ക് വാട്ടർ നിർമ്മിക്കേണ്ടതിൻ്റെ ചുമതല മുഴുവൻ സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കുന്നു, മുഴുവൻ 100%. ഒരു പൈസ. അപ്പം ഒറിജിനൽ പ്ലാൻ അനുസരിച്ച് ഈ ബ്രേക്ക് വാട്ടറിൻ്റെ എത്ര എസ്റ്റിമേറ്റ് കണക്കാക്കിയിരുന്നു, 900 കോടി രൂപയാണ്. അപ്പോൾ കേരള ഗവൺമെൻറ് തീരുമാനിച്ചത് ഓപ്പൺ ടെൻഡർ കൊടുത്തിട്ട് അത് വേറെ ആരെങ്കിലും
ആരാണോ ലോവസ്റ്റ് ബിഡ് എടുക്കുന്നത്, ടെൻഡർ എടുക്കുന്നത്, അവർക്ക് കൊടുക്കാനാണ് കേരള സർക്കാർ ആദ്യം തീരുമാനിച്ചത്. പക്ഷെ അദാനി ഈ ബിഡ് കൊടുത്ത ശേഷം അദാനി പറഞ്ഞു അത് വേറെ ആരെയും കൊണ്ട് ചെയ്യിക്കാൻ പറ്റത്തില്ല, അത് ഞങ്ങൾ ചെയ്യാം, പക്ഷെ നിങ്ങൾ അതിൻ്റെ പൈസ ഞങ്ങൾക്ക് തരണം. ഓക്കെ, പണം നിങ്ങൾ തന്നെയാണ് മുടക്കേണ്ടത്, പക്ഷെ അത് നിർമ്മിക്കുന്നത് വർക്ക് ഞങ്ങൾ ചെയ്യും. അപ്പോൾ വർക്ക് എന്നിട്ട് ഇവർ പറഞ്ഞു ഈ 900 കോടിക്കൊന്നും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല, 1500 കോടി രൂപയെങ്കിലും വേണം. ഓക്കെ, അത് കേരള സർക്കാർ സമ്മതിക്കുന്നു. അപ്പം ഇങ്ങനെയാണ് ബിഡിൽ മാറ്റങ്ങൾ ഒരുപാട്, ബിഡിലല്ല ഈ പ്രോജക്റ്റിൻ്റെ തന്നെ കോസ്റ്റ് എസ്റ്റിമേഷനിലൊക്കെ വലിയ വ്യത്യാസങ്ങൾ വരുത്തിയിട്ടാണ് ഈ കരാർ ഒപ്പിടുന്നത്. ഈ കരാർ ഒപ്പിട്ടതിൻ്റെ ഓഡിറ്റിംഗ് ആണ് CAG നടത്തിയത്. ആ CAG ആണ് ഞാനീ പറഞ്ഞ കാര്യങ്ങൾ കണ്ടെത്തിയത്. 900 കോടി ആയിരുന്നത് 1000 ഒബ്ജക്ഷൻ പറയുകയും ചെയ്തു. അങ്ങനെയാണ് അവർ റിപ്പോർട്ട് കൊടുക്കുന്നത്. CAGയുടെ റിപ്പോർട്ട് പുറത്തു വരുന്നു. ആ CAG റിപ്പോർട്ട് പുറത്തു വന്നു കഴിഞ്ഞപ്പോഴാണ് കേരള മുഖ്യമന്ത്രി ആയിരിക്കുന്നത് പിണറായിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതികരണം അന്നുണ്ടായിരുന്നത് ഇത് കേരളം കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പ് ക്രമക്കേടാണ്. പക്ഷേ അദ്ദേഹവും CAG റിപ്പോർട്ട് കിട്ടിയാൽ എന്ത് ചെയ്യണമെന്ന് ചട്ടമുണ്ട്. എന്താണത്? CAG റിപ്പോർട്ട് കിട്ടിയാൽ അത് സംസ്ഥാന നിയമസഭയുടെ പബ്ലിക് അണ്ടർടേക്കിങ്സ് കമ്മിറ്റി അത് പരിശോധിച്ച് അതിന്മേൽ ഗവൺമെൻറ് എന്ത് നടപടി സ്വീകരിക്കണമെന്ന് ഗവൺമെൻറ്റിനോട് ശുപാർശ ചെയ്യുകയും സംസ്ഥാന ഗവൺമെൻറ് അതിനനുസരിച്ച് നടപടി സ്വീകരിക്കുകയും വേണമെന്നാണ് ഏതൊരു CAG റിപ്പോർട്ടിൽ. ഇപ്പം കോൾ സ്കാമൊക്കെ വന്നപ്പോൾ പാർലമെൻറ്റിലെ കമ്മിറ്റിയല്ലേ അത് കൈകാര്യം. പക്ഷേ CAGയുടെ റിപ്പോർട്ടിന് വളരെ വലിയ വിലയുണ്ടെന്ന് പറഞ്ഞാൽ CAGയുടെ സ്റ്റാറ്റസ് അത്ര വലുതാണ്, സുപ്രീം കോടതിക്ക് സമാനമാണ്. അതിന് ചോദ്യം ചെയ്യാനൊന്നും പറ്റത്തില്ല. പക്ഷെ തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. ഇപ്പോൾ ഒരു ഓഡിറ്റ് ചെയ്ത് കണക്ക് തരുന്നു, ഓഡിറ്റിലെ ക്രമക്കേടുണ്ടെങ്കിൽ ആ ക്രമക്കേടിന് നടപടി എടുക്കേണ്ടത് നിങ്ങൾ തീരുമാനിച്ചോളൂ, അല്ലാതെ ഓഡിറ്ററല്ലല്ലോ വിധി പറയേണ്ടത്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ടായി. എന്താ പ്രശ്നം വെച്ചാൽ ഈ കരാർ ഒപ്പിട്ടതാരാ? ഉമ്മൻചാണ്ടിയുടെ കാലത്ത്. റിപ്പോർട്ട് കിട്ടിയത് പിണറായി വിജയൻ. ആ സമയം ആയപ്പോഴേക്കും കരാറായി കഴിഞ്ഞിരുന്നിരിക്കും, അദാനിയുമായിട്ടുള്ള കരാറായി കഴിഞ്ഞല്ലോ, തുടങ്ങിക്കഴിഞ്ഞു പണി. ഇവർ ആ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകും തീരുമാനിക്കുകയും ചെയ്തു. ഇപ്പോൾ CAG റിപ്പോർട്ട് അനുസരിച്ച് അത് പബ്ലിക് അണ്ടർടേക്കിങ്സ് കമ്മിറ്റിക്ക് വിടേണ്ടതാണ് ചട്ടം. പക്ഷേ വിടണമെന്ന് പ്രതിപക്ഷം പോലും പറയുന്നില്ല, ഭരണപക്ഷവും അത് ചെയ്തില്ല. അതിന് പകരം പിണറായി എന്താ ചെയ്തത്? ഇതിന്മേലൊരു ജുഡീഷ്യൽ അന്വേഷണം വെച്ചു. ആ സമയത്ത് വേണമെങ്കിൽ ഈ കരാർ റദ്ദാക്കാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നോ? വേണമെങ്കിൽ ചെയ്യാം. ഈ ക്രമക്കേട് കണ്ടതുകൊണ്ട് ഇത് മുഴുവൻ ഇതിന്റെ അടിസ്ഥാനത്തിലൊരു ധവള പത്രം ഇറക്കിയാൽ മതിയല്ലോ. അല്ല, ഇപ്പൊ വരുന്നൊരു വാദമേ, അന്ന് അത് കരാർ ഒപ്പിട്ടത് കൊണ്ട് പിണറായി വിജയൻ സർക്കാരിന് വേറൊന്നും ചെയ്യാൻ പറ്റുമായിരുന്നില്ല. അതൊരു അങ്ങനെ ആ സമയത്ത് വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ഇത് പിന്നീടൊരു ഘട്ടത്തിൽ ഈ ഒരു ചർച്ചയിൽ ഇപ്പോൾ ഈ തർക്കം ഉണ്ടായി കഴിഞ്ഞ ശേഷം ഇപ്പോൾ ഈ ഇത് റദ്ദാക്കി അതിലുണ്ടാകുന്ന സാമ്പത്തികത്തെക്കുറിച്ച് ചിന്തിക്കാൻ വേണ്ടി വരെ ഉദ്യോഗതലത്തിൽ അന്വേഷിക്കാനായിട്ട് വരെ ഇവർ ക്വറി ഇട്ടതാണ് ഫയലിൽ. അപ്പോൾ അതൊക്കെ അതിൻ്റെ രേഖ പോലെ എന്തെങ്കിലും ഉണ്ട്, അതിൻ്റെ കോപ്പി. അപ്പോൾ അതൊന്നും ഒരു പ്രശ്നമല്ല. അപ്പോൾ അത് പരിശോധിച്ചാൽ ശരി, ഇപ്പോൾ നമ്മൾ കരാർ റദ്ദാക്കിയാൽ സ്റ്റേറ്റിന് എന്ത് നഷ്ടം, അല്ലെങ്കിൽ ഇവരിൽ നിന്ന് എന്ത് ഈടാക്കാൻ പറ്റും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണക്കാക്കിയിട്ട് വേണം പൊതുസമൂഹത്തിന് മുമ്പേ പറയേണ്ടത്. നമുക്കിത് മുന്നോട്ട് പോയാൽ ഭയങ്കര പ്രശ്നമാണ്, കൂടുതൽ സാമ്പത്തിക ബാധ്യത വരും, അതുകൊണ്ട് ഇത് പുനഃപരിശോധിക്കാം, നമുക്ക് വേറെ ഇപ്പോൾ സാധ്യതകൾ വല്ലതും ഉണ്ടെന്ന് അന്വേഷിക്കും. ഇത് അങ്ങനെ ഒരു എക്സ്പ്ലോറേഷൻ നടത്തിയില്ലല്ലോ. നടത്തിയിരുന്നെങ്കിൽ പിന്നെ ഇവർ ഈ ജുഡീഷ്യൽ കമ്മീഷന് വിട്ടുകൊണ്ട് ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചിട്ട് എന്ത് ചെയ്യാനാണ്? ഞാൻ ചോദിക്കട്ടെ, ഒരു സുപ്രീം കോടതി വിധിക്കെതിരെ ഒരു ജില്ലാ മജിസ്ട്രേറ്റാണോ അന്വേഷണം നടത്തുന്നത്? ജുഡീഷ്യൽ കമ്മീഷന്റെ ടേംസ് ഓഫ് റെഫറൻസ് പോലും അവസാന നിമിഷം വരെ പോലും പുറത്തു വന്നിരുന്നില്ല. ഉദാഹരണത്തിന് ഈ ജുഡീഷ്യൽ കമ്മീഷന്റെ കണ്ടെത്തലുകൾ ശരിയോ തെറ്റോ എന്ന് ഒരു ടേംസ് ഓഫ് റെഫറൻസ് വെക്കാൻ പറ്റുമോ? വെക്കാൻ പറ്റത്തില്ല. വെച്ചാൽ CAG വരെ നടപടിയെടുക്കാം. ഞങ്ങളുടെ നിഗമനം ശരിയാണോ തെറ്റെന്നൊരു ജുഡീഷ്യൽ കമ്മീഷനല്ല തീരുമാനം. നിങ്ങൾ വേണമെങ്കിൽ അത് തള്ളിക്കളഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തോ എന്ന് CAG പറയൂ, അത് വേറെ കാര്യം. പക്ഷെ ഞങ്ങളുടേത് കണ്ടെത്തൽ ശരിയാണോ, ഞങ്ങൾ തെറ്റായിട്ടാണോ കണ്ടെത്തിയിരിക്കുന്നത് എന്ന് പരിശോധിക്കാനൊന്നും ഇവിടെ യാതൊരു
നിയമപരമായി യാതൊരു സ്കോപ്പും ഇല്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ജുഡീഷ്യൽ കമ്മീഷൻ്റെ ടേംസ് ഓഫ് റെഫറൻസ്, ഒറിജിനൽ ടേംസ് ഓഫ് റെഫറൻസ് എന്തായിരുന്നു? CNDG റിപ്പോർട്ട് പ്രകാരമുള്ള ഈ ക്രമക്കേടുകൾക്ക് ഉത്തരവാദികൾ ആരെന്ന് കണ്ടെത്തുക, ആ ഉത്തരവാദികളിൽ നിന്ന് ഈടാക്കണം, ഇതിന് നഷ്ടം, സംസ്ഥാന ഗവൺമെൻറ് ഉണ്ടായ നഷ്ടം ഈടാക്കുക, ആ നഷ്ടം കണക്കാക്കുക, ഇങ്ങനെയുള്ള ടേംസ് ഓഫ് റെഫറൻസ് ആണ് അതിനകത്തുണ്ടായിരുന്നത്. അല്ലാതെ പക്ഷേ ഈ കമ്മീഷൻ ആദ്യം മുതലേ രാമേന്ദ്രൻ നായർ ചോദിക്കുന്നു, ഞങ്ങൾക്ക് ഈ CNDG റിപ്പോർട്ട് തന്നെ ശരിയാണോ അല്ലയോ എന്ന് പരിശോധിക്കാനുള്ള അവകാശം തരണം, ടേംസ് ഓഫ് റെഫറൻസ് തരണമെന്ന് പറഞ്ഞു. അത് അവസാനം വരെ കൊടുത്തിട്ടില്ല ശരിക്കും. കൊടുക്കാതെ പക്ഷേ അങ്ങനെയുള്ള ടേംസ് ഓഫ് റെഫറൻസ് മാറ്റാമെന്ന് സമ്മതിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം മുന്നോട്ട് നീങ്ങിയത്. രാമേന്ദ്രൻ അങ്ങനെ സമ്മതിച്ചിട്ടേ ഇല്ല അവസാനം വരെയും. ഇതൊക്കെ ഞാനീ പറയാൻ കാരണം, ഞാൻ ഈ രാമേന്ദ്രൻ നായർ കമ്മീഷന് മുമ്പാകെ പോയി തെളിവ് കൊടുത്ത ആളാണ്. രാമേന്ദ്രൻ നായർ കമ്മീഷൻ റിപ്പോർട്ട് വായിച്ചാൽ എൻ്റെ പേര്, ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അപ്പം ഞാനിപ്പോയി അവിടെ ചെന്നിട്ട് ഇത് സാഹചര്യ തെളിവുകൾ, ഇത് കെ വി തോമസിൻ്റെ വീട്ടിൽ നടന്നത്, ഇന്ന ഇതിനകത്തുള്ള കരാറിലെ ഇന്ന വ്യവസ്ഥകൾ ചട്ടപ്രകാരം വിരുദ്ധമാണ് എന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ ആവശ്യപ്പെട്ടത് എന്താണ്? ഞാൻ കമ്മീഷനോട് ആവശ്യപ്പെട്ടത്, നിങ്ങൾക്ക് ജുഡീഷ്യൽ കമ്മീഷന് ഇതിനകത്ത് ക്രമക്കേടുണ്ടെന്ന് കണ്ടെത്താനും ഈ ക്രമക്കേടുകളുടെ അടിസ്ഥാനത്തിൽ അഴിമതിക്കാരെ കണ്ടെത്താൻ, അഴിമതി നടത്തിയത് ആരെന്ന് കണ്ടെത്താൻ നിങ്ങൾ തന്നെ ഒരു ഹയർ പോലീസ് ഓഫീസറെ നിശ്ചയിക്കണം. എന്നിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ വേണം നിങ്ങൾ റിപ്പോർട്ട് കൊടുക്കാനെന്നാണ് ഞാൻ ആവശ്യപ്പെട്ടത്. അദ്ദേഹം അത് പറഞ്ഞ് തള്ളിക്കളഞ്ഞു. പോലീസിനെ, എനിക്ക് അതൊന്നുമല്ല ഞങ്ങളുടെ പണി. അപ്പോൾ ഞാൻ ജുഡീഷ്യൽ കമ്മീഷൻ ആക്ട് അനുസരിച്ച് പോലീസ് ഓഫീസറെ നിയമിക്കാനുള്ള അധികാരം അദ്ദേഹത്തിനുണ്ട്. അത് പ്രയോഗിക്കണമെന്നാണ് ഞാൻ ആവശ്യപ്പെട്ടത്. എന്തായാലും അത് നടന്നില്ല, അത് പോട്ടെ. പക്ഷെ അവസാനം എന്താ സംഭവിച്ചത്? ഈ കമ്മീഷൻ, ഈ ജുഡീഷ്യൽ കമ്മീഷൻ രാമേന്ദ്രൻ നായർ നിരവധി ക്രമക്കേടുകൾ ഉണ്ട് എന്ന് സമ്മതിച്ചു. പല കാര്യങ്ങൾ ഞാനീ പറഞ്ഞ ഈ ബ്രേക്ക് വാട്ടറിൻ്റെ 900 കോടി 1600 കോടി രൂപയായി മാറിയത്. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്രമക്കേട് അദ്ദേഹം കണ്ടെത്തിയത് ഞാനും പറഞ്ഞതാണ്. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഈ പോർട്ടുകളെ സംബന്ധിച്ചിട്ടുള്ള ഗൈഡ് ലൈൻസ് ഉണ്ട് ഈ കരാറ് കൊടുക്കുന്നതിനെ സംബന്ധിച്ച്. അപ്പോൾ അതിനകത്ത് ഏറ്റവും പ്രധാനം 30 വർഷത്തേക്ക് ഒരു പോർട്ട് ഒരു പ്രൈവറ്റ് ഓപ്പറേറ്റർക്ക് കൊടുക്കാൻ പാടുള്ളൂ. അത് കഴിഞ്ഞാൽ അത് തിരിച്ചേൽപ്പിക്കണം. പിന്നെ വേണമെങ്കിൽ ആ ഗവൺമെൻറ്റിന് അത് വീണ്ടും വേറൊരു കരാറുകാരന് കൊടുക്കാം, വീണ്ടും ബിഡ് ചെയ്യാം, അങ്ങനെ കൂടുതൽ വരുമാനം ഉണ്ടാക്കാം. പക്ഷേ കേരളത്തിലെ ഈ വിഴിഞ്ഞം കരാറിൽ മാത്രം ആദ്യമേ തന്നെ 40 വർഷം, എന്നാൽ അത് വേണമെങ്കിൽ 20 വർഷത്തേക്ക് കൂടി എക്സ്റ്റെൻഡ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഇന്ത്യയിൽ ഒരു കരാറിലും അങ്ങനെയില്ല, 30 വർഷത്തേക്കേ ഉള്ളൂ. വല്ലാർപാടം പോലും ദുബായ് പോർട്സിന് 30 വർഷത്തേക്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ കൊടുത്തിരിക്കുന്ന മറ്റ് എല്ലായിടത്തും അങ്ങനെ ചെയ്തിരിക്കുമ്പോൾ ഇവിടെ വിഴിഞ്ഞത്ത് മാത്രം കേരള ഗവൺമെൻറ് ഗൈഡ് ലൈൻസിന്, സെൻട്രൽ ഗവൺമെൻറ് തന്നെ ഗൈഡ് ലൈൻസിന് വിരുദ്ധമായിട്ടാണ് 40 വർഷത്തേക്ക് കൊടുത്തത്. അപ്പോൾ ഈ 10 വർഷം അധികമായി നൽകിയതിലൂടെ മാത്രം അന്നത്തെ 40 വർഷം കഴിയുന്ന 30 വർഷം കഴിഞ്ഞുള്ള 40 വർഷം വരെ ഈ അദാനിക്ക് കിട്ടാവുന്ന ലാഭം, അമിതമായി കിട്ടാവുന്ന തുക അന്നത്തെ രൂപയുടെ മൂല്യം അനുസരിച്ച് 19,000 കോടി വരുമെന്നാണ് CNDG കണക്കാക്കിയിരിക്കുന്നത്. കാരണം ഈ കണക്കാക്കിയിരിക്കുന്നത് ഇവർ തന്നെ എന്തുമാത്രം ട്രാൻസ്ഷിപ്മെൻറ്റ് ബിസിനസ് നടക്കും എന്നൊക്കെ ഇവർ കണക്കുണ്ടല്ലോ, പ്രോജക്റ്റ് റിപ്പോർട്ടിൽ ഇതെല്ലാം ഉള്ളതാണല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് അവർ കണക്ക് കൂട്ടിയെടുത്തത്. ചിലർ ഇത് കേട്ടിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, ആ പടം 7,000 കോടി രൂപ മുതൽ മുടക്ക് മൊത്തം പ്രോജക്റ്റ്, പിന്നെ അങ്ങനെ 19,000 കോടി രൂപയുടെ അഴിമതി നിങ്ങൾ പറയുന്നു. ഞാൻ പറയും, ഇത് നമ്മളല്ലല്ലോ, CNDG കണ്ടെത്തിയിരിക്കുന്ന കാര്യമാണ്. അതും ഈ രൂപയുടെ മൂല്യം അനുസരിച്ചുള്ള അന്നത്തെ കാലത്ത് ഉണ്ടാകാൻ പോകുന്ന നഷ്ടമാണ് കണക്കാക്കിയത്. ഇതൊരു വലിയ ക്രമക്കേട് തന്നെയാണെന്ന് ഈ കമ്മീഷനും പറയുന്നു, രാമേന്ദ്രൻ കമ്മീഷനും പറയുന്നു. ഇപ്പം രാമേന്ദ്രൻ നായർ കമ്മീഷൻ ഒറ്റയ്ക്കല്ല, അയാളുടെ കൂടെ പഴയ ഷിപ്പിംഗ് സെക്രട്ടറി മോഹൻദാസ്, പഴയ കേരളത്തിലെ പിന്നെ ഓഡിറ്റർ ജനറലായിരുന്ന ഒരു ജെയിംസ്, ഇവർ 3 പേരും ചേർന്നുള്ള കമ്മിറ്റിയാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയത്. അപ്പോൾ അവരത് സമ്മതിക്കുന്നു. വേറൊരു പ്രധാന ക്രമക്കേടെന്ന് പറയുന്നത് ഈ 40 വർഷം കഴിഞ്ഞ് അഥവാ ഇവർ മടങ്ങിപ്പോവുകയാണെങ്കിൽ, പൂർത്തിയാക്കിയിട്ട് മടങ്ങിപ്പോയാൽ 19,000 കോടി രൂപ അന്ന് ആ സമയത്ത് കേരള ഗവൺമെൻറ് അവർക്ക് ടെർമിനേഷൻ പേയ്മെൻ്റ് ആയിട്ട് കൊടുത്തു മാത്രമേ അവരെ ഒഴിവാക്കാൻ പറ്റൂ.
ഇങ്ങനെ ഒരു ടെർമിനേഷൻ പേയ്മെൻറ്റ് ഒരു കരാറിലും ഇല്ല. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് രാമേന്ദ്രൻ നായർ കമ്മിറ്റിയുടെ മുമ്പാകെ ഇതിനൊരു തർക്കം വന്നു. അപ്പം ഈ അന്നത്തെ പോർട്ട് സെക്രട്ടറി, ഈ കരാർ ഒപ്പിട്ട ഉദ്യോഗസ്ഥന്മാരെല്ലാം ഈ കമ്മീഷന് മുമ്പാകെ ഉണ്ട് കേട്ടോ, ഞാനിത് പറയുമ്പോഴും. അപ്പോൾ അവർ പറഞ്ഞു അതല്ല, അങ്ങനെയല്ല, അവരെ പിരിച്ചുവിടുകയാണെങ്കിൽ മാത്രമേ നമ്മൾ കൊടുക്കേണ്ടതുള്ളൂ പൈസ. അതായത് നമ്മൾ സമയത്തിന് മുമ്പേ അവരെ പിരിച്ചുവിടുകയാണെങ്കിൽ, ഈ 40 വർഷത്തിന് മുന്നേ പിരിച്ചുവിടുകയാണെങ്കിൽ അവർക്ക് ഇത്രയും പണം കൊടുക്കണം. ഞങ്ങൾ പറഞ്ഞു അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത് റിപ്പോർട്ടിൽ. കാലാവധി പൂർത്തിയാക്കിയില്ലെങ്കിൽ ആ സമയത്ത് അവർക്ക് കൊടുക്കണമെന്നാണ്. പിരിഞ്ഞു പോകുമ്പോൾ അവർക്ക് ഇത്ര കൊടുക്കണം. അപ്പോൾ ഗജേന്ദ്ര ഗാൽഡിയ എന്ന് പറയുന്ന ഒരു അഡ്വൈസറാണ് ഈ ഇതെല്ലാം തയ്യാറാക്കിയത് എന്നാണ് ഇവിടുത്തെ സെക്രട്ടറി ഒക്കെ അവകാശപ്പെട്ടത്. അപ്പോൾ അയാൾ പറയുന്നത് അങ്ങനെയല്ല എന്നൊക്കെയാണ്. അപ്പോൾ അദ്ദേഹത്തെ ഞങ്ങൾ വേണമെങ്കിൽ കൊണ്ടുവരാമെന്നായി. എന്നാൽ കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പം കമ്മീഷൻ പറഞ്ഞു ഞങ്ങൾ ചിലവൊന്നും തരത്തില്ല, നിങ്ങൾ തന്നെ കൊണ്ടുവരണം. അപ്പോൾ അയാളോട് ചോദിച്ചു ഇതെന്തിനാണ് ഇങ്ങനെ, ഈ ഒരു വ്യവസ്ഥ എന്താണ്? ഇത് 40 വർഷം കഴിഞ്ഞ് അവർ സ്വയം പിരിഞ്ഞു പോയാലും അല്ലെങ്കിൽ നമ്മൾ പിരിച്ചു വിടുകയാണെങ്കിൽ, നമ്മൾ പിരിച്ചു വിടേണ്ട കാര്യമില്ല, 40 വർഷം കഴിയുമ്പോൾ കരാർ കഴിഞ്ഞു. അപ്പോൾ അവർ പോവുകയാണെങ്കിൽ ഇത്രയും കോടി രൂപ അന്നത്തെ ഇതനുസരിച്ചുള്ള കൊടുക്കണമെന്നുള്ള കണ്ടെത്തൽ അത് ശരിയാണോ തെറ്റാണോ എന്ന് അയാളോട് ചോദിച്ചു. അയാൾ പറഞ്ഞത് അത് ശരിയാണ്. അപ്പോൾ ശരിയാണെന്ന് ചോദിച്ചപ്പോൾ നിങ്ങളിത് എന്താ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു വ്യവസ്ഥ വയ്ക്കുന്നത്? അപ്പോൾ ഇയാൾ പറഞ്ഞത് എന്താണെന്നറിയോ, ഈ ഗജേന്ദ്ര ഗാൽഡിയ പറഞ്ഞത്, അവരെ ഇങ്ങനെയുള്ള ഓപ്പറേറ്റേഴ്സിനെ, പോർട്ട് ഓപ്പറേറ്റേഴ്സിനെ അട്രാക്ട് ചെയ്യണമെങ്കിൽ ഇങ്ങനെയുള്ള വ്യവസ്ഥകൾ വെച്ചാലേ പറ്റത്തുള്ളൂ. ഇതായിരുന്നു ഒരു പ്രധാന സംഗതി. അപ്പോൾ ഇതൊക്കെ ഇവരെ പോലും, ഈ രാമേന്ദ്രൻ നായരെ പോലും ഞെട്ടിച്ചു ശരിക്കും. അപ്പോൾ അത് ഇങ്ങനെയുള്ള നിരവധി, അതുപോലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സംഗതി, ഈ കരാർ ഒപ്പുവെക്കുമ്പോഴും പുറത്തുവിടാത്ത ഒരു രേഖയുണ്ട്. കരാർ ഒപ്പിട്ട ശേഷം മാത്രമാണ് ഉമ്മൻചാണ്ടി അത് പുറത്തുവിട്ടത്. അതാണ് ഫീസിബിലിറ്റി റിപ്പോർട്ട്. ഈ ഫീസിബിലിറ്റി റിപ്പോർട്ട് പറയുന്നത് എന്താ, ഈ തുറമുഖ പദ്ധതി ഒരിക്കലും ലാഭകരമല്ല, പോർട്ട് എന്നുള്ള നിലയിൽ ലാഭകരമല്ല. അപ്പോൾ പോർട്ട് ലാഭകരമല്ലാത്തപ്പോൾ പിന്നെ എങ്ങനെ ലാഭം ഉണ്ടാക്കാൻ കഴിയും? അപ്പോൾ പോർട്ടിനോടുള്ള ഭൂമിയിൽ പോർട്ട് റിലേറ്റഡ് എസ്റ്റേറ്റ് ഡെവലപ്മെൻറ്റ്, റിയൽ എസ്റ്റേറ്റ് ഡെവലപ്മെൻറ്റ് നടത്തണം. ഹോട്ടൽസ്, കൺവെൻഷൻ സെൻ്ററുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് പണം ഉണ്ടാക്കണം. അപ്പോൾ അങ്ങനെയാണ് ഇവരിതിനെ ഒരു നഷ്ടമില്ലാത്ത ഒരു പദ്ധതിയാക്കി ഈ ഫീസിബിലിറ്റി റിപ്പോർട്ടിൽ അവതരിപ്പിച്ചിരിക്കുന്ന. അവസാനം അങ്ങനെയാണ്, അതിൽ പോലും അവസാനം അങ്ങനെയാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഈ ഫീസിബിലിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ഈ പ്രവർത്തിച്ച് ഈ 40 വർഷക്കാലത്തിനുള്ളിൽ പോർട്ടിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ വരുമാനം ഇതിൽ നിന്ന് ഈ റിയൽ എസ്റ്റേറ്റിൽ നിന്നാണെന്ന് അവർ തന്നെ സമ്മതിക്കുന്നുണ്ട്. അതിനകത്ത് കണക്ക് വളരെ വ്യക്തമായിട്ട് അവരത് എഴുതിയിട്ടുണ്ട്. രേഖാമൂലം ഉള്ളതാണ് ഞാനീ പറയുന്നത്. ഇത് ഏണസ്റ്റ് ആൻഡ് യങ് തയ്യാറാക്കിയതാണ് ഈ ഫീസിബിലിറ്റി റിപ്പോർട്ട്. അതുകൊണ്ടാണ് ഉമ്മൻചാണ്ടി വെളിവിടാത്തത്. അപ്പോൾ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്തുന്ന കാര്യം മാത്രമല്ല, റിയൽ എസ്റ്റേറ്റ് എങ്ങനെ നടത്താം. അപ്പോൾ ശരി, ഇത് 30-40 വർഷം കഴിയുമ്പോൾ തിരിച്ചു കൊടുക്കണ്ടേ? അപ്പോൾ ഇതെങ്ങനെ നടത്താം? ഇതിന് പൈസ മുടക്കുന്നവന് ഇത് എന്ത് ഷുവർട്ടിയാണ് ഉള്ളത്? അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് വേറെ വ്യവസ്ഥ വെച്ചു. എന്താണ്, സർക്കാർ ഭൂമിയെ പ്ലഡ്ജ് ചെയ്ത്, ഈ പോർട്ടിന് വേണ്ടി സർക്കാർ പൊന്നും വിലയ്ക്ക് എടുത്തിരിക്കുന്ന ഭൂമി ഉൾപ്പെടെയുള്ള ഭൂമി അദാനിക്ക് ബാങ്കിൽ പ്ലഡ്ജ് ചെയ്ത് ആ പൈസ കൊണ്ട് റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. വിചിത്രമാണ്, ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഇങ്ങനെയുള്ള വ്യവസ്ഥകളൊക്കെ അടങ്ങിയതാണല്ലോ ഈ കരാർ. അതുകൊണ്ടാണ് ഈ CN രേജി ഇത്രമാത്രം ഇതെല്ലാം കൂലങ്കഷമായി പരിശോധിച്ചിട്ടാണ്. വേറൊരു കോൺട്രോവേഴ്സി ഉള്ളത്, ഉമ്മൻചാണ്ടി സർക്കാർ ഉണ്ടാക്കിയ കരാർ ഒപ്പിട്ട് കഴിഞ്ഞു എന്നുള്ള, സർക്കാർ മാറി, അതിനകത്ത് ഭേദഗതി വരുത്താനുള്ള സാധ്യതകൾ അത് മ്യൂച്വലായിട്ടേ സാധിക്കൂ. മ്യൂച്വലായിട്ട് ഇപ്പോൾ ഇയാളും അദാനിയും ഗവൺമെൻറ്റും തമ്മിൽ ഒരു കരാറുണ്ടാക്കി. അപ്പോൾ ആ കരാറിൽ മാറ്റം വരുത്തുക, പുതിയ വ്യവസ്ഥ ചേർക്കുക, അല്ലെങ്കിൽ ഉള്ള വ്യവസ്ഥ മാറ്റുക, ഇതൊക്കെ ചെയ്യണമെങ്കിൽ ഇരുകൂട്ടരും കൂടി വിചാരിച്ചാലേ നടക്കുള്ളൂ, അല്ലാതെ ഏകപക്ഷമായിട്ട് സാധിക്കില്ല. എന്തായാലും ഈ കരാറിൽ ഉമ്മൻചാണ്ടി വെച്ച ഒരു ഗുണകരമായ ഒരു കാര്യം എന്തെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഈ പദ്ധതി 2019 തുടങ്ങി 1600 ദിവസം കൊണ്ട് ഇത് പൂർത്തിയാക്കണം. പൂർത്തിയാക്കിയില്ല എങ്കിൽ കോമ്പൻസേഷൻ നിങ്ങൾക്ക് ഒരു ദിവസം ഇത്ര രൂപ വെച്ച് സർക്കാരിന് നൽകണം. ഇങ്ങനൊരു വ്യവസ്ഥയും കൂടെ ഉണ്ട്. അതിനകത്ത് ഈ കേരള പിണറായി സർക്കാർ വന്നിട്ട് അദാനി പണി തീർക്കാതെ വന്നപ്പം ആ ദിവസം ആയപ്പോൾ 200 ദിവസം കഴിഞ്ഞു നോട്ടീസ് അയച്ചു, പൈസ തരണം, ഞങ്ങൾക്ക് കാശ് തരണം, നഷ്ടപരിഹാരം. അവർ പറഞ്ഞു ഞങ്ങളുടെ കുറ്റം കൊണ്ടല്ല പണി നടക്കാത്തത്,
നിങ്ങൾ പിന്നെ കല്ല് തരുന്നില്ല, പാറ തരുന്നില്ല, അല്ലെങ്കിൽ അതുപോലുള്ള പിന്നെ ഓഖിയുണ്ടായി, ചുഴലിക്കുടുങ്ങ്, വേറെ ചുഴലിക്കാറ്റുണ്ടായി, പ്രകൃതിദത്തമായ ഇപ്പോൾ ഫോഴ്സ് ദ മേജർ അങ്ങനെയൊക്കെയുള്ള ചില വ്യവസ്ഥകളുണ്ടല്ലോ. നമ്മുടേതൊന്നും അല്ലാത്ത പ്രകൃതിക്ഷോഭം, ഇങ്ങനെയുള്ള മറ്റ് കാരണങ്ങളാണ്. പിന്നെ അവിടെ ചില സമരങ്ങളൊക്കെ നടന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടാണ് ഈ വൈകിയത്. അതുകൊണ്ട് നഷ്ടപരിഹാരം തരാൻ പറ്റത്തില്ല. തർക്കം നീണ്ടപ്പോൾ അവസാനം ഈ തർക്കം ഉണ്ടായാൽ എന്ത് ചെയ്യണമെന്ന് വ്യവസ്ഥയുണ്ട് കരാറിൽ. ആർബിട്രേഷന് പോകും. അപ്പോൾ ഒരു ആർബിട്രേഷൻ ജഡ്ജസിനെ നിയമിച്ചു. അങ്ങനെ ആർബിട്രേഷന് പോയി അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ അവസാനം വരെയും. കഴിഞ്ഞ ഒരു 4 മാസം മുമ്പ് വരെ ആർബിട്രേഷൻ ഉണ്ട്. അപ്പോൾ അതിനെ തുടർന്ന് എന്താ ആർബിട്രേഷനിൽ എന്താ സംഭവിച്ചെന്നുള്ളത് വേണമെങ്കിൽ ഞാൻ പറയാം. അത് ഒഴിവാക്കി കൊടുക്കാൻ കാരണമുണ്ട്. എന്താ കാരണം? ഇതിനിടയ്ക്ക് വേറൊരു, ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്തൊരു ഗ്രാൻഡ് ചോദിച്ചുകൊണ്ടുള്ളൊരു വ്യവസ്ഥ ഉണ്ടല്ലോ. അപ്പോൾ ഈ ഗ്രാൻഡ് ആയിട്ട് കൊടുക്കാനായിട്ട് ഇത്ര ശതമാനം, 20% വരെ ഗ്രാൻഡായിട്ട് ഈ കരാറുകാരന് കൊടുക്കണം. അദാനിക്ക് ഗ്രാൻഡ് കൊടുക്കണമെന്നാണ് സംസ്ഥാന സർക്കാർ. അപ്പോൾ സംസ്ഥാന സർക്കാർ അന്ന് മുതൽ തന്നെ ആലോചിച്ചിട്ട് ഗ്രാൻഡ് നൽകാനായിട്ട് ഒരു കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് ഗ്രാൻഡിന് സഹായം, ഇത്തരം പദ്ധതികൾക്ക് സഹായം ലഭിക്കാനുള്ള ഒരു പദ്ധതിയുണ്ട്. അതാണ് ഈ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിങ് എന്ന് പറഞ്ഞാൽ, വയബിൾ അല്ലാത്ത ഒരു പദ്ധതിക്ക് വയബിൾ ആകുന്നത് വരെയുള്ള കാലഘട്ടത്തേക്ക് ആ ഗ്യാപ്പ് പീരീഡിലേക്ക് ഒരു ഫണ്ട് തരിക. അപ്പോൾ അത് ഗ്രാൻഡായിട്ട് അത് പക്ഷേ ഞങ്ങൾ ഗ്രാൻഡായിട്ടല്ല തരിക, ഞങ്ങൾ തന്നു കഴിഞ്ഞാൽ ആ തുക വയബിളായി കഴിഞ്ഞ് നിങ്ങൾക്ക് പണം തിരികെ കിട്ടുമ്പോൾ, സംസ്ഥാന ഗവൺമെൻറ്റിന് പണം തിരികെ കിട്ടുമ്പോൾ സംസ്ഥാനം അത് കേന്ദ്രത്തിന് തിരിച്ചു കൊടുക്കണം. ഇവിടെ പലരും BJP-ക്കാരൊക്കെ പറഞ്ഞു നടക്കുന്നത് ഇത് കേന്ദ്രം ഭയങ്കര സഹായം ചെയ്തത്, ഇതാണ് ഗ്രാൻഡ് എന്നാ പറയുന്നത് അവർ. ഇത് വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിങ് എന്ന് പറഞ്ഞ് ഈ VGF കേന്ദ്രം തരുന്നു, ആ പണം സംസ്ഥാന സർക്കാർ ഇത് പിന്നെ കേന്ദ്രത്തിന് തിരിച്ചു കൊടുക്കണം. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ 15 വർഷം കഴിയുമ്പോൾ ഈ പദ്ധതിയുടെ കരാറനുസരിച്ച് 16ാമത്തെ വർഷം 1% സംസ്ഥാന ഗവൺമെൻറ്റിന് കിട്ടും. ഈ 1%-ത്തിൽ നിന്ന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ VGF എന്നും പറഞ്ഞ് കേന്ദ്രം തന്ന പൈസ തിരിച്ചു കൊടുക്കണമെന്നുള്ളതാണ് ആ കരാറിലെ വ്യവസ്ഥ. VGF-ന്റെ അവരുടെയും ഇതനുസരിച്ചാണ്. കാരണം അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് പണമായി, അപ്പം ഇവർ തിരിച്ചു കൊടുക്കണം. അപ്പം ഇങ്ങനെ അടുത്ത വർഷം വീണ്ടും പണം കിട്ടുമ്പോൾ അതും വീണ്ടും കേന്ദ്രത്തിന് തിരിച്ചു കൊടുക്കണം, ഇങ്ങനെ തിരിച്ചു കൊടുക്കണം. അപ്പോൾ ഈ രസം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോഴത്തെ ഈ VGF അനുവദിച്ചെങ്കിലും ഈ VGF കേന്ദ്രം ഇതുവരെ റിലീസ് ചെയ്തിട്ടില്ല. റിലീസ് ചെയ്യാത്തതിന് കാരണം കേന്ദ്ര ഫൈനാൻസ് മിനിസ്ട്രിയും കേരള ഗവൺമെൻറ്റും അദാനിയും ചേർന്ന് ഈ പണം എങ്ങനെ ഉപയോഗിക്കുമെന്ന്, ഈ പറഞ്ഞതുപോലെ തിരിച്ചടയ്ക്കുന്ന കാര്യം ഉൾപ്പെടെയുള്ള ഒരു ട്രൈപാർട്ടൈറ്റ് എഗ്രിമെൻ്റ് ഉണ്ടാക്കണം VGF. അപ്പോൾ ഇപ്പോൾ കേരളം ഈ അദാനി പണി തുടങ്ങി. അദാനിക്ക് പക്ഷേ ഈ ബ്രേക്ക് വാട്ടർ എല്ലാം പണിതിട്ടും കേരള സർക്കാരിൽ നിന്ന് കിട്ടേണ്ട പണം കിട്ടുന്നില്ല. ഇതുവരെ കൊടുത്തിട്ടുള്ളത് 850 കോടി രൂപയാണ്. അപ്പോൾ കേരള സർക്കാരിൻ്റെ പണവും ഇല്ല കൊടുക്കാൻ. ഇവർ വിഷമിക്കുകയാണ് വല്ലാതെ, എവിടെ നിന്ന് എടുത്ത് കൊടുക്കും ഈ പണം. അപ്പോഴാണ് ഇങ്ങനെ ഒരു VGF-ന്റെ കാര്യമുള്ളത്. അപ്പോൾ VGF തരണമെന്ന് പറഞ്ഞ് കേരളം വീണ്ടും കേന്ദ്രത്തിൽ പോകുന്നു, അപേക്ഷ അയക്കുന്നു. കേന്ദ്രം അപ്പോൾ അവിടെ അദാനി ഇടപെടുന്നു കേന്ദ്രത്തിൽ. എന്താ കേന്ദ്രം ഇങ്ങോട്ട് കേരള ഗവൺമെൻറ്റിനോട് പറയുന്നു, നിങ്ങൾ തമ്മിൽ തർക്കം ആർബിട്രേഷനിൽ കിടക്കുമ്പോൾ ഞങ്ങളെങ്ങനെ പൈസ തരും? ആർബിട്രേഷനിലെ തർക്കം തീർക്കുക ആദ്യം, തർക്കം തീർത്തിട്ട് ഞങ്ങൾ പണം തരാം. അപ്പോൾ അവിടെ അങ്ങനെ ഒരു കത്ത് കിട്ടി ഇവർക്ക്, കേരള സർക്കാരിന്. അപ്പോൾ കേരള സർക്കാർ ആപ്പാടെ വെട്ടിലായി. വീണ്ടും പൈസയില്ല ഇവർക്ക്, പൈസ സമ്മതിച്ച പൈസ കൊടുക്കണമല്ലോ. അപ്പോൾ ശരി, അവർ ഡിലേ ആയി കോമ്പൻസേഷൻ ചോദിച്ചിരിക്കുന്നു. അതിനെ സംബന്ധിച്ചാണ് തർക്കം. അവസാനം ഇവർ വല്ലാതെ വിഷമിച്ചു. കാരണം അദാനിക്ക് വേണ്ടിയല്ലേ കേന്ദ്രം സംസാരിക്കുള്ളൂ. അപ്പോൾ കേന്ദ്രം പറഞ്ഞ് നിങ്ങൾ എത്രയും പെട്ടെന്ന് അത് തീർത്തിട്ട് വരും. അപ്പോൾ കേരള ഗവൺമെൻറ് കൂടിയാലോചന നടത്തി ആർബിട്രേഷൻ തീർക്കാൻ തീരുമാനിച്ചു എങ്ങനെയെങ്കിലും. അപ്പോൾ അതിനുവേണ്ടി അദാനിയോട് ചോദിച്ചു, നിങ്ങൾ തീർക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അദാനി പറഞ്ഞു, ഞാനിങ്ങനെ കോമ്പൻസേഷൻ തരാൻ പറ്റത്തില്ല. ശരി, സമ്മതിച്ചു, കാശ് തരണം. അപ്പോൾ വീണ്ടും വേറെ പ്രശ്നം വന്നു. എന്താ പ്രശ്നം? ഈ ഉമ്മൻചാണ്ടി വെച്ച കരാറനുസരിച്ചുള്ള വ്യവസ്ഥയിൽ പൂർത്തിയാകുമെന്ന് പറയുന്ന സമയം മുതൽ 15 വർഷമാണ് പറയുന്നത്.
15 വർഷത്തേക്ക് 1%. അപ്പോൾ 5 വർഷം കഴിഞ്ഞു. അല്ല 15 വർഷം മാത്രമല്ല, ഒരു പൂർത്തിയാകുന്നത് മുതലുള്ള പിന്നെ 40 വർഷത്തേക്കാണല്ലോ ഇത് നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പം അതനുസരിച്ചാണെങ്കിൽ 2019 മുതൽ ഈ 40 വർഷ കാലാവധി തുടങ്ങും. മനസ്സിലായോ? അപ്പോൾ അദാനി പറഞ്ഞു ഇനിയിപ്പം നിങ്ങളും കൂടി കാരണം കൊണ്ടാണ് ഇത്രയും ഡിലേ വന്നത്, അതുകൊണ്ട് ഇനി 40 വർഷം പറഞ്ഞാൽ പറ്റത്തില്ല, 45 വർഷം ആക്കണം. ഈ 19 മുതൽ 24 വരെയുള്ള 5 വർഷം ഇട്ട് വീണ്ടും മറ്റേതിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇപ്പോൾ ഫലത്തിൽ 40 ഇയേഴ്സ് എന്നുള്ളത് 45 ഇയേഴ്സ് ആയി. അപ്പം അങ്ങനെയുള്ള ഒരു വലിയ ആനുകൂല്യം ഇപ്പം ഈ 40 വർഷം തന്നെ ഒരു വലിയ ക്രമക്കേടാണ്. 30 കൊടുക്കാൻ പാടില്ലായിരുന്നു. അപ്പം 40 വർഷം വലിയ ക്രമക്കേടാണ്. ഈ ക്രമക്കേടിൻ്റെ കാര്യം പറഞ്ഞാൽ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഈ CNAG റിപ്പോർട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരാൾ ഹൈക്കോടതിയിൽ പോയി, ഇത് ഭയങ്കര അഴിമതിയാണ് അല്ലെങ്കിൽ ക്രമക്കേടാണ്, പിന്നെ ഗവൺമെൻറ് നടപടി എടുക്കണം. അപ്പോൾ ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു. ഗവൺമെൻറ്റിനോട് ചോദിച്ചു എന്താ ചെയ്യുക, നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു? അപ്പോൾ പറഞ്ഞു ഞങ്ങളിങ്ങനെ കമ്മീഷനെ വെച്ചിട്ടുണ്ട്. ശരി, കമ്മീഷൻ റിപ്പോർട്ട് വരട്ടെ. അതുവരെ കോടതി കേസ് മാറ്റി വെച്ചു. കമ്മീഷൻ റിപ്പോർട്ട് വന്നു, എന്താ ചെയ്യുക? അപ്പോൾ കമ്മീഷൻ റിപ്പോർട്ട് വന്നപ്പോൾ വീണ്ടും ആ കേസ് വന്നു കോടതി. കോടതി ചോദിച്ചു എന്ത് നടപടി എടുത്തു? അപ്പോൾ ആ സമയം കൊണ്ട് ഇവർക്ക് എന്തെങ്കിലും നടപടി അന്ന് എടുത്തേ പറ്റൂ. ആ സമയം കൊണ്ട് അദാനി ഇവിടെ വലിയ പ്രോഗ്രാമൊക്കെ നടത്തി കഴിഞ്ഞു. അപ്പോൾ അവരെഴുതി കൊടുത്തു, അവർ ഉത്തരവിട്ട കാര്യം എഴുതി കൊടുത്തു. ഞാൻ രാമേന്ദ്രൻ നായർ കമ്മീഷനോട് എന്താണോ ആവശ്യപ്പെട്ടത് അതേ കാര്യമാണ് കേരള ഗവൺമെന്റ് തീരുമാനിച്ചത്. എന്താണ്? വിജിലൻസ് അന്വേഷണം. വിജിലൻസ് എന്ന് പറഞ്ഞാൽ എന്താ? അഴിമതി അല്ലേ? അഴിമതി അന്വേഷണം നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചു എന്ന് കേരള ഗവൺമെന്റ് അത് ജിയോ ഇറക്കി. എന്തൊക്കെയാണ് കാരണം? അത് ഞങ്ങൾ ഇങ്ങനെ CN രാമേന്ദ്രൻ നായർ കമ്മീഷൻ പറഞ്ഞതനുസരിച്ച് 30 വർഷം 40 ആക്കി എന്നുള്ളത് വലിയ ക്രമക്കേടാണ്. അതുകൊണ്ട് ഇങ്ങനെ ഉത്തരവിട്ട് ഇങ്ങനെ കരാറുണ്ടാക്കിയവർക്കെതിരെ വിജിലൻസ് അന്വേഷണം നടത്തണം. അപ്പോൾ പിണറായി മന്ത്രിസഭ തീരുമാനിച്ചു വിജിലൻസ് അന്വേഷണം നടത്താൻ. ആ വിജിലൻസ് അന്വേഷണം നടത്താൻ 40 വർഷമാക്കിയത് ക്രമക്കേടാണെന്ന് പറഞ്ഞ് വിജിലൻസ് അന്വേഷണം നടത്താൻ ഉത്തരവിട്ട അതേ പിണറായി ഗവൺമെൻറ്റാണ് ഇപ്പോൾ 45 വർഷമാക്കി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ സംസ്ഥാനത്തിന് അതുകൊണ്ടുണ്ടാകുന്ന അധിക നഷ്ടം. ഇപ്പോൾ ഈ രീതിയിൽ നമ്മൾ കണക്കാക്കി നോക്കിയാൽ ഇത് വീണ്ടും വീണ്ടും നമ്മളെ കൂടുതൽ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക ഇപ്പം തന്നെ അപ്പോൾ VGF കൊടുക്കണമെന്നുള്ളതാണല്ലോ. ഇതിനിടയ്ക്ക് കേരള ഗവൺമെൻറ് കേന്ദ്ര ഫൈനാൻസ് മിനിസ്റ്റർക്ക് വേറൊരു കത്തയക്കുന്നു. VGF നിങ്ങൾ തരുന്നത് ശരി, കൊള്ളാം, നല്ല കാര്യം, ഇതിനു വേണ്ടി ഞങ്ങൾ ഉപയോഗിക്കാം, പക്ഷേ നിങ്ങളതിനെ ഗ്രാൻഡായിട്ട് കണക്കാക്കണം, ദയവേത് ഞങ്ങളോട് തിരിച്ചു തരാൻ പറയരുത്, ഇത് വലിയ ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക്, അതായതാന്നൊക്കെ ഫൈനാൻസ് മിനിസ്റ്റർ പറഞ്ഞു നടപ്പില്ല, പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത് പോയി. അപ്പോൾ വീണ്ടും ചർച്ചയായി. ഇപ്പോൾ പണം തിരിച്ചു കൊടുക്കണമല്ലോ. ഇപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ ഈ പണം തിരിച്ചു കൊടുക്കുമ്പോൾ ഇപ്പം ഞാൻ നിങ്ങൾക്കിപ്പോൾ 100 രൂപ തരുന്നു, 15 വർഷം കഴിഞ്ഞ് തിരിച്ചു തരണം എന്നുള്ളതാണല്ലോ. ഇപ്പം നിങ്ങൾ 15 വർഷം കഴിയുമ്പോൾ നിങ്ങൾ തിരിച്ചു തരുമ്പോൾ എത്ര രൂപ തരണം? നിങ്ങൾ ഞാൻ 100 രൂപ തരുന്നു, ശരി, ഇത് VGFൻ്റെ സ്കീമാണ്, പക്ഷേ സ്കീം അനുസരിച്ചാണെങ്കിൽ പലിശ പാടില്ല, ആ പണം നിങ്ങൾ എനിക്ക് തിരിച്ചു തരണം എന്നുള്ളതാണല്ലോ. അപ്പം നിങ്ങൾ എത്ര രൂപ തരണം? ഞാനിപ്പോൾ 100 രൂപ എന്നല്ലേ നമ്മൾ വിചാരിക്കുക. പക്ഷേ അക്കാര്യത്തിൽ കൂടി ഫൈനാൻസ് മിനിസ്റ്റർ ഇപ്പോൾ വളരെ വ്യക്തത വരുത്തിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. എത്രയാണ്? അന്നത്തെ രൂപയുടെ മൂല്യം അനുസരിച്ചുള്ള ഇന്നത്തെ രൂപയുടെ മൂല്യവും അന്നത്തെ രൂപയുടെ മൂല്യവും അനുസരിച്ച് ഇതിനെന്തുമാത്രം രൂപയുടെ മൂല്യത്തിന് എന്തുമാത്രം മാറ്റം വന്നോ അന്നത്തെ NPV വാല്യൂ അനുസരിച്ച് പൈസ അടയ്ക്കണം. അപ്പോൾ ഇപ്പം 100 രൂപ കൊടുക്കുകയാണെങ്കിൽ നമ്മളിപ്പം 100 രൂപ ഇന്ത്യ ഗവൺമെൻറ് കിട്ടി, നമ്മൾ വിചാരിക്കും 15 വർഷം കഴിഞ്ഞ് 100 കൊടുത്താൽ മതി എന്ന്. അല്ല, അന്ന് ആ രൂപയുടെ മൂല്യം വളരെ താഴ്ന്നിട്ടുണ്ടെങ്കിൽ രൂപയുടെ മൂല്യം ഇടിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണല്ലോ. അപ്പോൾ 15 വർഷം കഴിയുമ്പോൾ അത് ചിലപ്പോൾ 200 ആകാം. അപ്പോൾ കേരള ഗവൺമെൻറ് കൊടുക്കേണ്ടി വരുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെ ഇരട്ടി തുകയാകാം. ഇപ്പം ഇത് വളരെ കർക്കശമായി പറഞ്ഞിരിക്കുകയാണ്. ഞാൻ അവരുടെ മിനിറ്റ്സ് ഇന്ത്യയിലുണ്ട്. ഈ ഫൈനാൻസ് മിനിസ്ട്രിയുടെ ഈ കാര്യത്തെ സംബന്ധിച്ചുള്ള മിനിറ്റ്സ് മുഴുവനുണ്ട്. അതിൽ ഇക്കാര്യം വ്യക്തമായിട്ടുണ്ട്. അപ്പോൾ കേരള ഗവൺമെൻറ് ആവശ്യപ്പെട്ട സൗജന്യവും കൊടുത്തില്ലെന്ന് മാത്രമല്ല, കേന്ദ്രം യഥാർത്ഥത്തിൽ കേരള ഗവൺമെൻറ്റിനെ കൂടുതൽ മുറുക്കിയിരിക്കുകയാണ് ധനപരമായി. കാരണം ഇത് ഈ VGF എന്ന് പറയുന്നത് ഫലത്തിൽ പിന്നീട് നമ്മൾ കൂടുതൽ പണം കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇതാണ് യാഥാർത്ഥ്യം. അല്ലാതെ ഈ BJPക്കാർ പറയുന്നത് പോലെ ഇത് കേന്ദ്രത്തിൻ്റെ ഗ്രാൻഡ് കൊണ്ടാണ് ഈ പദ്ധതി പ്രാബല്യത്തിലായെന്നാണ് ചിലർ പറയുന്നത്. ഇത് അല്ലാതെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കഴിവ് കൊണ്ടൊന്നുമല്ല.
അപ്പോൾ കേന്ദ്രം കൊടുക്കുന്ന പണവും ഈ VGF എന്ന് പറയുന്നത് കേന്ദ്രം കൊടുക്കുന്ന പണത്തിൻ്റെ തുല്യ അളവിലുള്ള പണം കേരളം കൂടെ കൊടുക്കണം. ഇപ്പോൾ 840 കോടി രൂപ അവർ തരും, ഇവർ 840 രൂപ, അങ്ങനെ 1600 കോടിയിലേറെ രൂപ ആർക്ക് കൊടുക്കണം? അദാനിയെ സംബന്ധിച്ച് ഇത് സൗജന്യമാണ്, ഗ്രാൻഡാണ്. കേരളത്തെ സംബന്ധിച്ച് കേരളത്തിൻ്റെ ചെലവാണ്, പദ്ധതി ചെലവാണ്. അല്ലാതെ ഇത് കേരളം ഒരു വായ്പയല്ല അദാനിക്ക് കൊടുക്കുന്നത്, സൗജന്യമായിട്ട് കൊടുക്കുകയാണ്. ഈ കൊടുക്കുന്നതിൽ ഒരു പകുതി ആദ്യം കൊടുക്കുമ്പോൾ പകുതി അദാനി കേന്ദ്രം തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് കിട്ടിയാൽ കേരള ഗവൺമെൻറ് ഒരു ആശ്വാസം എന്താ? ഇയാൾക്ക് കൊടുക്കാനുള്ള പൈസയിൽ കുറച്ച് 800 രൂപ ഇപ്പൊ തൽക്കാലം ഒരു കിട്ടും. ഇത് മാത്രമേ ഉള്ളൂ. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ്. പക്ഷെ എന്നാൽ തന്നെ ഇപ്പൊ ഈ പദ്ധതി വന്നപ്പോൾ എന്നാൽ പോലും കേരള ഗവൺമെന്റ് ഒന്നും ആകത്തില്ല. ഇപ്പൊ ഉടനടി ഏകദേശം ഒരു 3000 കോടി രൂപ അദാനിക്ക് കൊടുത്തേ പറ്റൂ. ഇതെല്ലാം കൂടി ചേർത്ത് ഈ VGF കിട്ടിയാലും കേരളവും പണം കൊടുക്കണം, ഇത് കൊടുക്കണം, അതവിടെ. അപ്പോൾ അതിന്മേൽ ഇപ്പോൾ എന്താ കേരള ഗവൺമെൻറ് ചെയ്തിരിക്കുന്നതെന്ന് അറിയാം. വായ്പയ്ക്ക് വേണ്ടി പല ഏജൻസികളോട് പോയി ചോദിക്കുകയാണ്, നബാർഡിൻ്റെ അടുത്ത് പോയി, അതുപോലെ വേറെയും ചില ഏജൻസികളുടെ അടുത്തൊക്കെ പോയി. നബാർഡ് ഇപ്പോൾ അവസാനം സമ്മതിച്ചിരിക്കുക, വായ്പ തരാം ഞങ്ങൾ. പക്ഷെ നബാർഡ് ഒരു കാര്യം പറഞ്ഞു, വായ്പ തരാം, പക്ഷേ നിങ്ങളത് തിരിച്ചടയ്ക്കുന്ന, നിങ്ങൾ വായ്പയ്ക്കുള്ള പലിശ ഇപ്പോൾ ആദ്യത്തെ 3 വർഷത്തേക്ക് നിങ്ങൾ മുതലിൽ തിരിച്ചടയ്ക്കണ്ട, പലിശ അടച്ചാൽ മതി. 3 വർഷം കഴിയുമ്പോൾ പക്ഷേ നിങ്ങൾ മുതലിൻ്റെ ഒരു ഭാഗവും പലിശയും അങ്ങനെയുള്ള വ്യവസ്ഥയാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത്. പക്ഷെ അവരത് മാത്രമല്ല പറഞ്ഞത്, ഈ തുക ഓരോ വർഷവും വരുന്ന തുക, ഇപ്പോൾ ആദ്യത്തെ ഒരു വർഷം പ്രതിവർഷം 150 കോടി രൂപ പലിശ മാത്രം വരും ഇപ്പോൾ എടുക്കുന്നത്. ഈ തുക ബഡ്ജറ്റിൽ ഞങ്ങൾ വക കൊള്ളിക്കുന്നതായിരിക്കും എന്ന് നിങ്ങൾ കരാറ് ഒപ്പിട്ട് തന്നാലേ ഞങ്ങൾ തരൂ. അപ്പോൾ അത് കേരള ഗവൺമെൻറ് സമ്മതിച്ചു. കാരണം കേരള ഗവൺമെൻറ് പണം വേണ്ടേ ഇപ്പം, അല്ലെങ്കിൽ ഇത് വലിയ ബാധ്യതയാവും. അതാണെങ്കിൽ കൊടുക്കാതിരിക്കാൻ പറ്റുമോ ഇതെല്ലാം ചെയ്തിട്ട്? അപ്പോൾ അങ്ങനെയുള്ള ഒരു വലിയ അടുത്ത ഭാവിയിലെ ഏത് ഗവൺമെൻറ് ഇവിടെ ഭരിച്ചാലും ഈ 150 കോടി രൂപ പലിശ 3 വർഷം ബഡ്ജറ്റിൽ വകയിരുത്തിയേ പറ്റൂ നിങ്ങൾ. അത് കഴിഞ്ഞാൽ 3 വർഷം കഴിഞ്ഞാൽ മുതലിൽ നിന്നുള്ള കൂടി പലിശ വകയിരുത്തണം, പലിശയും മുതലിൻ്റെ ഒരു വീതവും കൊടുക്കണം. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ ആലോചിക്കണം, ആ സമയത്തും 3 വർഷം കഴിഞ്ഞ് അഥവാ ഇത് തുടങ്ങിയെന്നിരിക്കട്ടെ, 15 വർഷത്തേക്ക് ഒരു പൈസ കിട്ടൂല ഈ പദ്ധതി. അഥവാ ഇവിടെ കപ്പലുകൾ വന്ന് വരുമാനം ഉണ്ടായെന്നിരിക്കട്ടെ, അദാനിക്ക് ഉണ്ടായാൽ പോലും അതിലൊരു വിഹിതവും കേരളത്തിന് കിട്ടുന്നില്ല. അപ്പോൾ കേരളം ഈ കൊടുക്കേണ്ടത് മുഴുവൻ കേരള ഖജനാവിൽ നിന്ന് നമ്മുടെ പൊതുജനങ്ങളുടെ പണമെടുത്ത് ഇത് കൊടുക്കേണ്ട ബാധ്യസ്ഥരായി കഴിഞ്ഞിരിക്കുന്നു. ഇനി വേറൊരു പ്രധാന ചില സംഗതികൾ കൂടെ ഉണ്ട്. ഇപ്പോൾ ഈ പദ്ധതിയുടെ 1ാം ഘട്ടത്തിൻ്റെ പൂർത്തിയായി എന്നാണല്ലോ അവകാശപ്പെടുന്നത്. ട്രയൽ റണ്ണിൻ്റെ ഉദ്ഘാടനം നടന്നു. പക്ഷേ ഈ പദ്ധതിയുടെ നമ്മൾ മുഴുവൻ 7500 കോടി രൂപയുടെ പരിശോധിക്കുമ്പോൾ ഇതിനകത്ത് 2 പ്രധാന ഘടകങ്ങളുണ്ട്. ഈ പദ്ധതി ചെലവിൽ 5000 കോടിയിൽ ഉൾപ്പെടുത്താതെ ഒരു 2000 കോടി രൂപയുടെ വേറൊരു വലിയ ചിലവ് കേരള ഗവൺമെൻറ്റിനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ പോർട്ടിലേക്കുള്ള റോഡ് കണക്ടിവിറ്റി. ഇത് ചെയ്യേണ്ട ഉത്തരവാദിത്വം പൂർണ്ണമായിട്ടും സംസ്ഥാന ഗവൺമെൻറ്. റോഡിൻ്റെ കണക്ടിവിറ്റിയുടെ 50% ഇപ്പോൾ തീർന്നിട്ടുള്ളൂ. ഇനിയും കോടികൾ മുടക്കണം, സ്ഥലം എടുക്കണം, അത് ഇതൊക്കെ ഉണ്ട്, അങ്ങനെയുള്ള നടന്നുകൊണ്ടിരിക്കുക. റെയിൽ കണക്ടിവിറ്റിയോ തുടങ്ങിയിട്ടില്ല ഇതുവരെ. തുടങ്ങാൻ വേണ്ടി 1200 കോടി രൂപയുടെ ഒരു പ്രോജക്റ്റാണ് ഇവർ തയ്യാറാക്കിയിരിക്കുന്നത്. ബാലരാമപുരം മുതൽ വിഴിഞ്ഞം വരെയുള്ള ഒരു പ്രോജക്റ്റ്. അപ്പോൾ പരിസ്ഥിതി അനുമതി കിട്ടിയതാണ് അതിന്. പക്ഷെ പരിസ്ഥിതി അനുമതി കിട്ടിയത് എന്തിനാണെന്നറിയോ? ഗ്രൗണ്ടിൽ കൂടെ റെയിൽ പോകുന്നതിനാണ്. അപ്പോൾ കേരള ഗവൺമെൻറ് അന്വേഷിച്ചപ്പോൾ ഈ ബാലരാമ മുതൽ വിഴിഞ്ഞം വരെയുള്ള ഭൂമി ഇത്രയും ഏറ്റെടുക്കണമല്ലോ പൊന്നും വിലയ്ക്ക്, ഭയങ്കര പൈസയാവും. അതുകൊണ്ട് അവർ തീരുമാനിച്ചു, ബാലരാമപുരം എന്ന് പറയുന്നത് ഇവിടെ നെയ്യാറ്റിൻകര ഈ ടൗൺ, അവിടെ നിന്ന് 12 കിലോമീറ്റർ ഉണ്ട് വിഴിഞ്ഞത്തേക്ക് കരയിലൂടെ. ഈ 12 കിലോമീറ്റർ ടണൽ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. ടണൽ, പുതിയ റെയിൽ ടണൽ ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അതുകൊണ്ടുള്ള നേട്ടമായിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താ? ഭൂമി ഏറ്റെടുക്കണ്ട, ഭൂമിക്ക് പൈസ കൊടുക്കണ്ടല്ലോ. ടണൽ പോകുന്നതിൻ്റെ മുകളിലുള്ള ഭൂമി ആർക്കും പൈസ കൊടുക്കണ്ട. ഇതാണ് അവരുടെ ന്യായം. അങ്ങനെ സാധിക്കുമോ? അതിപ്പോൾ എനിക്കറിയില്ല. ടണൽ ഇപ്പം ചിലപ്പോൾ നടക്കും. ഇപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് പിന്നെ തൃശ്ശൂർ, പാലക്കാട്
അവിടെ ഒരു ടണലുണ്ടല്ലോ. അത് പക്ഷേ പാറ തുറന്നിട്ടല്ലേ? ആ, ഇവിടെ പാറ തിരക്കുകയാണോ എന്ത് തിരക്കുകയാണോ എനിക്കറിയത്തില്ല. അവിടെ ജനവാസ മേഖലയല്ല അത്. എനിക്കും അറിയത്തില്ല. ഇതൊരു വലിയ പ്രശ്നമാണ്. അപ്പോൾ അതിൻ്റെ രസം എന്താണെന്ന് വെച്ചാൽ, ഈ കേരള ഗവൺമെൻറ് പരിസ്ഥിതി അനുമതി, ഈ എൻവയൺമെൻറ്റ് ക്ലിയറൻസ് കിട്ടിയിരിക്കുന്നത് ഞാൻ ഈ പറഞ്ഞതുപോലെ ഭൂമിയിൽ കൂടെ പോകാനാണല്ലോ, മുകളിൽ കൂടെ പോകാനാണ്. അപ്പോൾ ഇവരൊരു ഭേദഗതി വരുത്തണമെന്ന് പറഞ്ഞ് പരിസ്ഥിതി മന്ത്രാലയത്തിൽ പോയി. ഇതാണ് ഭേദഗതി. എന്താണ് ഞങ്ങൾക്ക് ടണൽ നിർമ്മിച്ചത്. അപ്പോൾ ഇതൊരു ചെറിയൊരു ഭേദഗതി മാത്രമാണ്, നിങ്ങൾ ഇതൊന്ന് അനുവദിച്ചു തരണം. അപ്പോൾ വിദഗ്ധ സമിതി നോക്കിയിട്ട് പറഞ്ഞു, ഇതെന്ത് ചെറിയ ഭേദഗതിയോ? അണ്ടർഗ്രൗണ്ടിൽ കൂടെ പോയാൽ അവിടെ എന്തുമാത്രം പിന്നെ ഭൂഗർഭ ജലാശയങ്ങളുണ്ട്, അല്ലെങ്കിൽ അത് എങ്ങനെ ബാധിക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പഠിക്കാതെ ചുമ്മാ ഇതെങ്ങനെ അനുമതി തരാൻ പറ്റും? അപ്പോൾ അവർ പറഞ്ഞു, കർക്കശമായിട്ട് പറഞ്ഞു, ഇല്ല, പുതിയ എൻവയൺമെൻറ്റ് ക്ലിയറൻസ് നടത്തിയേ പറ്റൂ, അതിനുവേണ്ടി മാത്രം പ്രത്യേകമായി. അപ്പോൾ ഇവർ പോയി അദാനിയെ പിടിച്ചു. അദാനി ഇടപെട്ടു. എന്തായാലും പുതിയ ഗവൺമെൻറ് എൻവയൺമെൻറ്റ് ക്ലിയറൻസ് എന്ന് പോലും ഒഴിവാക്കി കൊടുത്തു പരിസ്ഥിതി മന്ത്രാലയം. അതിന് പകരം ഇന്ന കാര്യങ്ങളെല്ലാം പഠിച്ചുകൊണ്ട് മാത്രമേ ചെയ്യാവൂ എന്നുള്ള രീതിയിൽ ഒരു ക്ലിയറൻസ് കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ. പക്ഷേ അതിന് വേണം, അത് പിന്നെ ഇവർ കൊങ്കൺ റെയിൽ കോർപ്പറേഷനാണ് ഇത് ചെയ്യാൻ പോകുന്നതെന്നാണ് പറയുന്നത്. പക്ഷെ അവർക്ക് കൊടുക്കണം 1500 കോടി രൂപയോളം ഈ പണിക്ക് വേണ്ടി മാത്രം. ആലോചിച്ച് നോക്കൂ, ഇനിയിപ്പോൾ ഉദ്ഘാടനം ചെയ്തു, പക്ഷെ റെയിൽ കണക്ടിവിറ്റി ഇല്ല. അപ്പോൾ റെയിൽ കണക്ടിവിറ്റി കൂടി ഉണ്ടായാൽ മാത്രമേ ഈ പദ്ധതിയുടെ 1ാം ഘട്ടം പോലും പൂർത്തിയാവൂ. അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ ഇന്ത്യക്കകത്തുള്ള ഏതെങ്കിലും ഒരു കണ്ടെയ്നർ ദൂരത്ത് നിന്ന് റെയിലിൽ കൊണ്ടുവന്നിട്ട് ഇവിടെ ഈ പോർട്ട് ഉപയോഗിക്കണമെന്ന് വെച്ചാൽ നടക്കത്തില്ല. ഇപ്പോൾ പൂർണ്ണമായിട്ടും ഇപ്പോൾ ഈ കപ്പലിൽ തിരിച്ചു പോകുന്ന പരിപാടിയേ നടക്കത്തുള്ളൂ ഇപ്പോൾ, അഥവാ റെയിൽ കണക്ടിവിറ്റി ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ റോഡ് കണക്ടിവിറ്റി ഇല്ലെങ്കിൽ. ഇപ്പോൾ അതാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഈ പദ്ധതിയുടെ യഥാർത്ഥത്തിൽ പരിസ്ഥിതി അനുമതി ചട്ടം അനുസരിച്ച് ഒരു പരിസ്ഥിതി അനുമതിക്ക് ഒരു കാലയളവുണ്ട്. 5 വർഷമാണ് കാലയളവ്. പക്ഷെ നിയമത്തിൽ തന്നെ പറയുന്നത് 5 വർഷം കൂടി വേണമെങ്കിൽ നീട്ടിക്കൊടുക്കാം. അങ്ങനെ 10 വർഷം നീട്ടിക്കൊടുത്ത കാലയളവ് 2014 ഈ പരിസ്ഥിതി അനുമതി ഈ 1ാം ഘട്ടത്തിന് വേണ്ടി കിട്ടിയത്. 2020 തീർന്നു കഴിഞ്ഞിരുന്നു യഥാർത്ഥത്തിൽ. പക്ഷെ ഇതിനിടയ്ക്ക് ഈ കോവിഡ് വന്നല്ലോ. കോവിഡ് വന്നപ്പോൾ എല്ലാ പരിസ്ഥിതി അനുമതികൾക്കും 1 വർഷത്തെ ഓട്ടോമാറ്റിക് എക്സ്റ്റൻഷൻ കൊടുത്തു. അപ്പോൾ ആ 1 വർഷം കൂടി കഴിയുന്നതോടുകൂടി 2025 ജനുവരിയിൽ ഈ 1ാം ഘട്ടത്തിന്റെ പരിസ്ഥിതി അനുമതി റദ്ദായി കഴിഞ്ഞാൽ നിയമം അനുസരിച്ച് എന്താണ്? വീണ്ടും നടത്തണം. അല്ല, വീണ്ടും ഇനിയും പുതിയ പരിസ്ഥിതി പഠിച്ചിട്ടേ അതിനുള്ള അനുമതിയും കൂടെ കിട്ടിയ. പരിസ്ഥിതിക്ക് ഒരുപാട് മാറ്റം എപ്പോഴും വന്നുകൊണ്ടിരിക്കുമല്ലോ, എൻവയൺമെന്റ്. അതുകൊണ്ട് അതിൻ്റെ കൂടെ ഇന്നത്തെ പരിസ്ഥിതിയുടെ സ്ഥിതി കൂടി പഠിച്ചിട്ടേ അനുമതി കൊടുക്കാവുന്നതാണ്. പക്ഷെ നിർമ്മാണം പകുതി കൂടുതൽ നടന്നെങ്കിൽ പബ്ലിക് ഹിയറിംഗ് വേണ്ടെന്ന് പറയുന്നു. പക്ഷേ പരിസ്ഥിതി ആകാതെ പഠനം നടത്തണം. അപ്പോൾ അത് വീണ്ടും പ്രശ്നമാവും. അപ്പോൾ അതിനെ മറികടക്കാൻ ഇപ്പോൾ കേരള ഗവൺമെൻറ് എന്താ ചെയ്തിരിക്കുന്നത് അറിയാമോ? 2ഉം 3ഉം ഘട്ടത്തിലേക്ക് നിർമ്മാണം നടത്താനുള്ള പരിസ്ഥിതി അനുമതിക്കായി അപേക്ഷ കൊടുത്തു. 1ാം ഘട്ടം പൂർത്തിയാകാതെ തന്നെ 2ഉം 3ഉം ഘട്ടം ഈ അപേക്ഷ കൊടുത്തപ്പോൾ അവർ അപേക്ഷയിൽ എന്താ പറഞ്ഞതെന്നറിയോ? ഈ അനുമതി യഥാർത്ഥത്തിൽ ഇതിന് പരിസ്ഥിതിയാകാതെ പഠനത്തിൻ്റെ ആവശ്യമില്ല, പബ്ലിക് ഹിയറിങ്ങിൻ്റെ ആവശ്യമില്ല. കാരണം ഞങ്ങൾ 1ാം ഘട്ടത്തിൻ്റെ പഠനത്തിൽ ഞങ്ങൾ 2ഉം 3ഉം ഘട്ടവും കൂടെ പഠിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അത് ഒഴിവാക്കി തരണമെന്ന് പറഞ്ഞു. അതിൽ ഈ വിദഗ്ധ സമിതി അനുവദിച്ചില്ല. അവർ പറഞ്ഞില്ല, പുതിയ പരിസ്ഥിതിയാകാതെ പഠനം നടത്തിയേ പറ്റൂ. അപ്പോൾ ഇവർ വീണ്ടും ആവശ്യപ്പെട്ടു, ഞങ്ങൾ പരിസ്ഥിതിയാകാതെ പഠനം നടത്താം, പക്ഷേ പബ്ലിക് ഹിയറിംഗ് ആവശ്യപ്പെടരുത്. അതും അവർ സമ്മതിച്ചില്ല. അവർ സമ്മതിക്കാതെ പരിസ്ഥിതിയാകാതെ പഠനം നടത്താനുള്ള വിഷയങ്ങൾ തീരുമാനിച്ചത് എപ്പോഴാണെന്നറിയാം? 2023 ഒക്ടോബറിൽ, ഇക്കഴിഞ്ഞ ഒക്ടോബറിൽ. ആ ഒക്ടോബറിൽ തീരുമാനമെടുത്തു. ഇവർ പരിഗണനാ വിഷയം, പഠന വിഷയം കിട്ടിയത് ഒക്ടോബറിലാണ്. ഇവർ ഉടനെ ഒരു തട്ടിക്കൂട്ടി ഒരു പരിസ്ഥിതിയാകാതെ പഠന റിപ്പോർട്ട് ഡ്രാഫ്റ്റ് ഉണ്ടാക്കി ഫെബ്രുവരിയിൽ കൊണ്ടുപോയി കൊടുത്തുപോയി. കാരണം എന്താ, അവർക്ക് ഈ ജനുവരി ആകുമ്പോഴത്തേക്ക് പുതിയ കാലാവധി തീരാ. അതിനു മുമ്പേ പരിസ്ഥിതിയാകാതെ പഠനവും നടത്തി, പബ്ലിക് ഹിയറിംഗ് നടത്തി, എൻവയൺമെൻറ്റ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചെടുക്കണം എങ്ങനെയെങ്കിലും. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഈ ഓടിക്കൂടിയത്. സാധാരണഗതിയിൽ ഒരു പദ്ധതിക്ക്, ഇത്തരം ഒരു പദ്ധതി ക്ലാസ് എ കാറ്റഗറി പെടുന്നതാണ്. ക്ലാസ് എ കാറ്റഗറി എന്ന് പറയുമ്പോൾ ഒരു വലിയ പ്രോജക്റ്റാണ്. അപ്പോൾ വിശദ പഠനം നടത്തണം. മാത്രമല്ല ഓൾ സീസൺ പഠനം നടത്തണം, 1 ഇയർ. അപ്പം മൺസൂണിലെന്ത്, മറ്റേ ഇതിലെന്ത്, അങ്ങനെ ഓരോ ഘട്ടവും 1 ഇയർ മുഴുവൻ പഠിച്ച് വേണം ഇത് നടത്താൻ. പുതിയ സ്ഥലമാണ്.
പദ്ധതി നടത്തുന്നത്. അപ്പോൾ അവിടുത്തെ കടലിൻ്റെ പരിസ്ഥിതി എല്ലാം പഠിക്കണം. അപ്പോൾ അങ്ങനെയാണ് ടേംസ് ഓഫ് റെഫറൻസ് ഉള്ളത്. 26 പ്രോജക്റ്റ് സ്പെസിഫിക് ടേംസ് ഓഫ് റെഫറൻസ് ഉണ്ട് പുതിയ പരിസ്ഥിതിയാഘാത പഠനത്തിൽ. പക്ഷെ ഇവരതൊക്കെ 5 മാസം കൊണ്ട് പഠിച്ച് റിപ്പോർട്ട് വെച്ച് പബ്ലിക് ഹിയറിംഗ് നടത്തി. പക്ഷെ ഇവരൊരു മണ്ടത്തരം കാണിച്ചു. ഇവരെന്ന് വെച്ചാൽ ഈ റിപ്പോർട്ട് പബ്ലിക് ഹിയറിംഗ് നടത്തുന്നത് കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ്. ഇപ്പോൾ പബ്ലിക് ഹിയറിങ്ങിന് നമ്മൾ നേരിട്ട് പോകണമെന്നില്ല. ഇപ്പോഴത്തെ പുതിയ നിയമം അനുസരിച്ച് ആർക്ക് വേണമെങ്കിലും ഇമെയിലിൽ അയച്ചു കൊടുക്കുക നമ്മുടെ റെസ്പോൺസ്. അപ്പോൾ നേരിട്ട് പോകണതില്ല. മുമ്പ് അങ്ങനെയായിരുന്നു. ഞാനൊക്കെ പബ്ലിക് ഹിയറിങ്ങിന് നേരിട്ട് പോയതേ ഇല്ല. കഴിഞ്ഞതിന് ഞാൻ ഇമെയിൽ വഴി അയച്ചത്. പക്ഷെ ഇവർ പ്രസിദ്ധീകരിച്ച ഇമെയിൽ അഡ്രസ്സ്, അങ്ങനെ ഒരു ഇമെയിൽ അഡ്രസ്സ് ഇല്ലായിരുന്നു. അപ്പം ഞാനൊക്കെ അയച്ചതൊക്കെ ബൗൺസ് ചെയ്തു. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു, പിന്നെ പരാതി അയച്ചു, കേന്ദ്രത്തിനും പരാതി അയച്ചു. പബ്ലിക് ഹിയറിംഗ് നടത്തിയിട്ട് ഇവർ സമ്മതിച്ചു, അയ്യോ ഒരു തെറ്റ് പറ്റി, ഇമെയിൽ അഡ്രസ്സ് തെറ്റിപ്പോയി. അപ്പോൾ ഉടനെ ഇവരെന്ത് ചെയ്യുന്നറിയോ, ഒരാഴ്ച കൂടി സമയം നീട്ടി ഒരു ഉത്തരം ഇറക്കി. പത്രത്തിൽ വന്നു, വാർത്ത വന്നു. അപ്പോൾ ജൂൺ മാസം ജൂലൈ 7 വരെ നീട്ടി. ജൂലൈ 7 ജൂലൈ 2 അല്ല, ഈ ഇമെയിൽ വഴി റെസ്പോൺസ് അയക്കാനുള്ളതിന്റെ സമയം ഇവർ നീട്ടിക്കൊടുത്തു. ഇമെയിൽ ഐ ഡി തന്നു. പക്ഷേ കേന്ദ്ര ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞു ഇത് ഭയങ്കര, കേന്ദ്ര ഗവൺമെന്റ് പരിശോധിച്ചിട്ട് പറഞ്ഞു അങ്ങനെ ഒരാഴ്ച കൊടുത്താൽ പോരാ. ഒരു നിയമം അനുസരിച്ച് പബ്ലിക് ഹിയറിംഗിന്റെ നോട്ടീസ് കിട്ടി 1 മാസത്തേക്കാണ് പരാതി കൊടുക്കാനുള്ള സമയം. 1 മാസം കൊടുക്കണം. ഇപ്പം ഈ ജൂലൈ 25 വരെ സമയം കൊടുത്തിരിക്കുക. ഇനി ജൂലൈ 25 വരെ സമയം കൊടുത്ത സ്ഥിതിക്ക് ഡ്രാഫ്റ്റ് റിപ്പോർട്ടിന്മേലുള്ള ജൂലൈ 25 വരെ കിട്ടുന്ന എല്ലാ ജനങ്ങളുടെ എല്ലാ പ്രതികരണങ്ങളും പരിശോധിച്ചിട്ട് അതിന്മേൽ എന്ത് മാറ്റം വരുത്തി എന്നുള്ളതനുസരിച്ചുള്ള റിപ്പോർട്ട്, ഫൈനൽ റിപ്പോർട്ട് തയ്യാറാക്കാനുള്ള പ്രോസസ്സ് പോലും ഇപ്പോൾ തുടങ്ങാൻ കഴിയാതിരിക്കുകയാണ് കേരള സർക്കാർ, VASL. അപ്പോൾ ഇങ്ങനെ ഇത് കിട്ടിയത് കൊണ്ട് ജൂലൈക്ക് ശേഷം ഇനി ഇപ്പോൾ ജൂലൈ അവസാനം ഓഗസ്റ്റ് തുടങ്ങി ഇനി ഇതിനെല്ലാം മറുപടി കൊടുക്കുന്ന പ്രോസസ്സ് ആണെങ്കിൽ എന്തായാലും ജനുവരിക്ക് മുമ്പേ തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിനിടയ്ക്ക് വലിയ പിശക് നമ്മൾ കൊട്ടിഘോഷിക്കുന്ന ദിവ്യ എസ് അയ്യർ, VASLൻ്റെ MD, ഞാനിത് വേറെ ആരോടും പറഞ്ഞിട്ടില്ല, നിങ്ങളോട് പറയുക, ഈ പ്രോജക്റ്റ് റിപ്പോർട്ടിനകത്ത് പരിസ്ഥിതിയാഘാത പഠനത്തിൽ പരിഗണനാ വിഷയം, ഇപ്പോൾ ഓരോ പരിഗണനാ വിഷയത്തിൽ ആ പരിഗണനാ വിഷയത്തിൻ്റെ പഠിച്ച കാര്യം ഏത് ചാപ്റ്ററിലാണെന്നുള്ളത് എഴുതി കൊടുക്കണം. അപ്പോൾ അങ്ങനെ എഴുതി കൊടുത്തു. അപ്പോൾ ഇവിടുത്തെ ഞാൻ നോക്കിയപ്പോൾ 2 പരിഗണനാ വിഷയം അതിൽ ഇന്ന ചാപ്റ്ററിലാണ് കൊടുത്തിരിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അങ്ങനെ ഒരു ചാപ്റ്റർ അതിനകത്തില്ല. ചാപ്റ്റർ ഡസൻറ്റ് എക്സിസ്റ്റ്. ദിവ്യ എസ് അയ്യരുടെ കഴിവിനെ കുറിച്ചാണ് ഞാനീ പറയുന്നത്. അങ്ങനെ കഴിവുകൾ കാണിച്ച് എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല കാര്യമാണ്. കാരണം ഇപ്പോൾ ഒരു ടേംസ് ഓഫ് റെഫറൻസിൽ പഠിച്ചിട്ടേ ഇല്ല എങ്കിൽ, നിയമവിദഗ്ധരുമായിട്ട് ഞാൻ ആലോചിച്ചപ്പോൾ അവർ പറയുന്നത് പഠിച്ചിട്ടേ ഇല്ല എങ്കിൽ, ഒരു ടേംസ് ഓഫ് റെഫറൻസ് വിഷയം പഠിച്ചിട്ടേ ഇല്ല, റിപ്പോർട്ടിൽ ഇല്ല എങ്കിൽ പുതിയ പഠനം നടത്തിയേ പറ്റൂ, പുതിയ പബ്ലിക് ഹിയറിംഗ് നടത്തിയേ പറ്റൂ, പുതിയ റിപ്പോർട്ട് വെച്ചേ പറ്റൂ. ഇപ്പം 2 പരിഗണനാ വിഷയങ്ങളിൽ ഇവർ പറയുന്ന ചാപ്റ്റേഴ്സേ നിലവിലില്ല അതിനകത്ത്. 2ഉം വളരെ നിർണായകമായിട്ടുള്ള കാര്യമാണ്. ഒന്ന്, കടലിൻ്റെ അടിത്തട്ടിൽ എന്ത് സംഭവിക്കാൻ സാധ്യതയുണ്ട്, കടലിൻ്റെ അടിത്തട്ടിൻ്റെ അവസ്ഥകൾ എന്താണ്, ഇതിനെക്കുറിച്ച് ഇന്ത്യയിലെ റെപ്യൂട്ടഡ് സയൻറ്റിഫിക് ഇൻസ്റ്റിറ്റ്യൂഷനെ കൊണ്ടൊരു പഠനം നടത്തി ആ റിപ്പോർട്ട് ഇതിനകത്ത് വെക്കണമെന്ന് പറഞ്ഞു. സയൻറ്റിഫിക് ഇൻസ്റ്റിറ്റ്യൂഷനെ കൊണ്ട് പഠിച്ചിട്ടുമില്ല, റിപ്പോർട്ടുമില്ല. ഇവരെഴുതിയിരിക്കുന്ന ആ റിപ്പോർട്ട് ക്യാൻ ബി ഫൗണ്ട് ഇൻ ചാപ്റ്റർ നമ്പർ 8.1.5. 8.1.2 തീരുകയാണ്. ചാപ്റ്റർ 1.3 ഇല്ല, 4 ഇല്ല, 5 ഇല്ല. അത്ര അശ്രദ്ധമായിട്ടാണ് ദിവ്യ എസ് അയ്യർ ഈ പദ്ധതി അപേക്ഷകരാ, അദാനിയല്ല. പദ്ധതി അപേക്ഷിച്ച് ഈ പരിസ്ഥിതി അനുമതി ചോദിച്ചിരിക്കുന്ന VASL ആണ്. അപ്പം അത് നന്നായി എന്താ അഭിപ്രായക്കാരനാണ്. നമുക്ക് മുന്നോട്ട് പോകാൻ കൂടുതൽ അവസരം കിട്ടും ഇതിന്. കഴിഞ്ഞ തവണയാണെങ്കിലോ ഇത് ബഹുരസമായിരുന്നു. കഴിഞ്ഞ പരിസ്ഥിതി അനുമതി ഘട്ടത്തിരിക്കുന്ന ചാപ്റ്ററൊന്നും ഇല്ലായിരുന്നു എന്ന് പറയാനൊക്കത്തില്ല. പക്ഷെ കഴിഞ്ഞ പരിസ്ഥിതി ആഘാത പഠന റിപ്പോർട്ടിൽ, കരട് റിപ്പോർട്ടിൽ ഒരു ചാപ്റ്റർ ഉണ്ടായിരുന്നു, ഷോർ ലൈൻ ഇറോഷൻ, എന്ന് വെച്ചാൽ പരിസ്ഥിതി ഇവിടെ തീരശോഷണം. എന്നിട്ട് അതിനകത്ത് തന്നെ എഴുതിയിരുന്നു ഇവിടെ ഈ വിഴിഞ്ഞത്തിൻ്റെ വടക്കുള്ള മേഖലയിലെല്ലാം ഭയങ്കര തീരശോഷണം എഴുതി വെച്ചിരുന്നു. അപ്പം ഞാനത് ചൂണ്ടിക്കാണിച്ച് പരാതി കൊടുത്തു. ഞാൻ പറഞ്ഞു നിങ്ങൾ തന്നെ എഴുതിയിരിക്കുന്നു, നിങ്ങൾ പറയുന്നത് ഇവിടെ തീരശോഷണം ഉണ്ടെന്ന്. അപ്പം തീരശോഷണമുള്ളിടത്ത് പോർട്ട് നിർമ്മിക്കാൻ കഴിയില്ല, അതുകൊണ്ട് ഇത് പദ്ധതി എന്നാലും നടത്താൻ പറ്റത്തില്ല എന്ന് ഞാൻ എഴുതി കൊടുത്തു. ഇത് കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് ഈ അന്ന് VASLൻ്റെ ഡയറക്ടറൊക്കെ മനസ്സിലാക്കുന്നത് ഇങ്ങനെ ഒരു സംഭവം
ഇതിനകത്തുണ്ടെന്നുള്ളത് വായിച്ചു നോക്കിയിട്ടില്ലേ? വായിച്ചു നോക്കിയില്ല. അവരവസാനം എങ്ങനെയെന്നറിയാം അതൊന്ന് മറികടക്കാൻ കഴിഞ്ഞത്. അതാണ് ബഹുവിശേഷം. അവര് തീരശോഷണത്തെ പറ്റിയുള്ളതിന് വേണ്ടി ഒരു പ്രത്യേക കൺസൾട്ടന്റിനെ വെച്ചിരുന്നു, ഏഷ്യൻ കൺസൾട്ടൻസ്. അവരുടെ പഠനം അനുസരിച്ചാണ് അവരിങ്ങനെ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ് എഴുതി കൊടുത്തത്. ഇവരവസാനം പരിസ്ഥിതി മന്ത്രാലയത്തിന് എഴുതി കൊടുത്തു, ഞങ്ങൾ വെച്ച ഈ ഏഷ്യൻ കൺസൾട്ടന്റിന് ഇങ്ങനെയുള്ള പഠനം നടത്താനുള്ള യോഗ്യതയില്ല. അവർ നിയമിച്ച കൺസൾട്ടന്റിനെ അവർ തള്ളിപ്പറഞ്ഞു. എന്നിട്ട് അവരെന്ത് ചെയ്തു, ഉടനെ തന്നെ വേറൊരു ഏജൻസിയെ കണ്ടുപിടിച്ച് അവരെ കൊണ്ട് ഇവിടെ ഒന്നും ഒരു തീരശോഷണവും ഇല്ല, ഇതൊരു സ്റ്റേബിൾ കോസ്റ്റാന്ന് പറഞ്ഞൊരു റിപ്പോർട്ട് ഉണ്ടാക്കി അതുകൂടെ കയറ്റി വെച്ചിട്ടാണ് അന്ന് അനുമതി നേടിയെടുത്തത്. ഇപ്പോൾ ഈ പറയുന്ന വയബിലിറ്റിയെ പറ്റിയിട്ട് പറയുന്ന സംഗതികളുണ്ടല്ലോ, കൊളംബോ പോർട്ടും ഈ പറയുന്ന വല്ലാർപാടം പോർട്ടും ഉള്ളപ്പോൾ നമ്മളിപ്പോൾ യൂട്യൂബും സാധനങ്ങളൊക്കെ നോക്കുമ്പോഴേ ഇതിൻ്റെ സാധ്യതയെ പറ്റിയിട്ടുള്ള പിരിപ്പിച്ച് കാണിക്കുന്ന കണക്കുകളും ആഹ്ലാദ പ്രകടനവും കാണാം. എന്തെങ്കിലും ലാഭകരമാവാനുള്ള സാധ്യത നിലനിൽക്കുന്ന ഒരു സാധ്യത ഞാൻ കാണുന്നില്ല. ഒന്നാമത് ഇവര് പറയേണ്ടിയിരുന്ന ഒരു പ്രധാന സംഗതി, മറ്റ് തുറമുഖങ്ങളെ കുറിച്ച് പറയുന്ന കൂട്ടത്തിൽ എന്തുകൊണ്ട് ഇവർ വല്ലാർപാടത്തെക്കുറിച്ച് പറയുന്നില്ല? ദൂരെ കിടക്കുന്ന കൊളംബോയും ദൂരെയുള്ള സിംഗപ്പൂരിന്റെ ബിസിനസിനെ കുറിച്ച് പറയുന്നു. ഇന്ത്യയുടെ ബിസിനസ് മുഴുവൻ അവിടെയാണ് നടക്കുന്നത്, ട്രാൻസ്ഷിപ്മെന്റ്. അത് വലിയ ദോഷം ചെയ്യും നമുക്ക്. അതുകൊണ്ട് ഇവിടെ പക്ഷെ അപ്പോൾ ഇന്ത്യയുടെ തൊട്ടടുത്ത്, നിങ്ങളുടെ തൊട്ടടുത്തല്ലേ വല്ലാർപാടം, അത് എന്തുകൊണ്ട് ഇതിനകത്ത് പറയുന്നില്ല? അപ്പോൾ അവർക്കറിയാം അത് പറഞ്ഞാൽ ഇവർക്ക് പ്രശ്നമാണ്. അപ്പോൾ അത് തന്നെയല്ലേ ഏറ്റവും പ്രധാന സംഗതി. ഇനി ഈ ആഴം ഉണ്ടെന്ന് ഇവർ ഞാൻ ചോദിക്കുമ്പോൾ പലരും പറയുന്നത് വല്ലാർപാടം വിജയിക്കാത്തതിന് കാരണം അവിടെ ഭയങ്കര ഡ്രഡ്ജിങ് വേണം, അവിടെ ആഴം കുറവാണ്. ഇപ്പോൾ ഇവിടെ വന്നുപോയ കപ്പലിനേക്കാൾ ഇപ്പം 16 ഇപ്പോൾ ഒരു കപ്പൽ വന്നു പോയല്ലോ, ആ കപ്പൽ 300 മീറ്ററാണ് അതിൻ്റെ നീളം. അപ്പോൾ ഇപ്പോൾ അവിടെ അതേ സമയത്ത് ഈ ജൂൺ മാസത്തിൽ കൊച്ചിയിൽ വന്നുപോയ കപ്പലിൻ്റെ നീളം 365 മീറ്ററാണ്. അപ്പം ഇതിനേക്കാൾ കണ്ടെയ്നർ ശേഷി കപ്പാസിറ്റി കൂടിയ ഒരു കപ്പലിവിടെ വല്ലാർപാടത്ത് വന്നിട്ട് പോയി. അത് പോട്ടെ. ഇനി ഈ ആഴം എന്ന് പറയുന്നത് ഈ കടലിൻ്റെ ഇപ്പോൾ അവിടെ ഈ പണിയൊക്കെ ഇവർ നടക്കുന്നതിന് മുമ്പേ ഈ പറഞ്ഞത് ശരിയാണ്. 20 മീറ്റർ ആഴം കുറച്ച് ഒരു 50 മീറ്റർ നമ്മൾ കടലിലേക്ക് പോകുമ്പം 20 മീറ്റർ ആഴം ഉണ്ടെന്നുള്ളത് ശരിയാണ്. പക്ഷേ ഈ ആഴം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് തിരുവനന്തപുരം തീരത്ത് ഈ ആഴം എന്ന് പറയുന്നത് ഒരു സ്റ്റേബിൾ അല്ലെന്ന് പറഞ്ഞാൽ നമ്മൾ വേറൊന്നും ചെയ്യാതിരുന്നാൽ അത് സ്റ്റേബിളായിട്ട് നിൽക്കും. പക്ഷെ നിങ്ങളൊരു കൺസ്ട്രക്ഷൻ എന്തെങ്കിലും കടലിലെ ഒരു പണി നടത്തി നോക്കൂ, അടിയും, മണൽ അവിടെ അടിയും. ഇപ്പം നമ്മളിവിടെ മുതലപ്പുഴയെ കുറിച്ചെല്ലാം എപ്പോഴും കേൾക്കുന്നില്ലേ? മുതലപ്പുഴയിൽ എന്താണ് മണലടിയാണ്. അവിടെ എന്ത് ചെയ്തിട്ടാണ് മണലടിഞ്ഞത്? ആ ബ്രേക്ക് വാട്ടർ കെട്ടി. അപ്പം ഇവിടെയും ബ്രേക്ക് വാട്ടർ കെട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അദാനി പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ അതിനകത്ത് മണലടിക്കുകയാണ്. അവരെന്താ ചെയ്തത്? ഈ മണൽ മുഴുവൻ ഡ്രഡ്ജ് ചെയ്ത് അവർ കരയുണ്ടാക്കി. അപ്പോൾ ഈ കരയുണ്ടാക്കുന്ന പ്രക്രിയ നിരന്തരം ചെയ്തുകൊണ്ടാണ് അവർ ആഴം കൂട്ടുകയല്ല, പഴയതെങ്കിലും നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് പോലും അത് നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പം ഞങ്ങൾ അവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ പലരും അവിടെ പോയി, മത്സ്യത്തൊഴിലാളികൾക്ക് ഇക്കോ സൗണ്ടറൊക്കെ ഉണ്ട്. അപ്പോൾ അവർ ആഴം കൃത്യമായിട്ട് അവർ പറയും അവിടെ എത്ര മീറ്റർ ഉണ്ടെന്ന്. അവർ പറഞ്ഞ് നേരത്തെ ഉണ്ടായിരുന്ന ആഴം ഇപ്പോൾ അവിടെ ഇല്ല സാർ, ഇതാണ് അവർ പറയുന്നത്. ഞാൻ ചോദിച്ചു പലരോടും. മാത്രമല്ല ഈ വിഴിഞ്ഞത്ത് തന്നെ ഇതിനകത്ത് തൊട്ടടുത്തുള്ള ഫിഷിംഗ് ഹാർബറിനകത്ത് അവിടെ ഒഴിഞ്ഞു കിടക്കുന്ന കരഭാഗത്തൊക്കെ മണൽ വന്ന് കരയിൽ അടിയുകയാണ്. അപ്പോൾ ഇതിനകത്ത് മണലടിയും ഉറപ്പാണ്. അപ്പോൾ ഈ അദാനി ഇപ്പോൾ എന്തുകൊണ്ടാണ് ഈ 2ാം ഘട്ടം 3ാം ഘട്ടം പണി ഉടനെ ചെയ്യാം എന്ന് പറയുന്നതിന് കാരണം എന്താണെന്നറിയോ? ഇതാണൊരു കാരണം. 1ാം ഘട്ടത്തിൽ പ്രവർത്തിക്കുമ്പോൾ സമയത്ത് കപ്പലുകൾ വന്നുകൊണ്ടിരിക്കണമെങ്കിൽ നിരന്തരമായി മണൽ ഡ്രഡ്ജ് ചെയ്ത് മാറ്റിയേ പറ്റൂ. അപ്പോൾ സ്വാഭാവികമായി എല്ലായിടത്തും ചെയ്യുന്ന ഡ്രഡ്ജ് ചെയ്യുന്ന മണലിന് എന്താ ചെയ്യേണ്ടത്? ഇപ്പോൾ കൊച്ചിയിലൊക്കെ എന്താ ചെയ്യുന്നത്? അവർ പുറം കടലിൽ കൊണ്ടുപോയി തള്ളും. ഇത് ഇവരിവിടെ കരയുണ്ടാക്കും. മാത്രമല്ല ഡ്രഡ്ജിങ് ഇങ്ങനെ നടത്തിക്കൊണ്ടിരുന്നാൽ കപ്പലുകൾ എന്തായാലും 2ാം ഘട്ടം പണിതില്ലെങ്കിൽ പോലും ഡ്രഡ്ജിങ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പം നല്ലത് 2ാം ഘട്ടത്തിലേക്ക് ഇപ്പോഴേ കയറി കിടക്കുകയാണ്. അപ്പോൾ അതാണ് അവരുടെ ഒരു പ്രധാന അതിനുള്ള കാരണം. ഈ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കരാറുണ്ടാക്കുന്നു, ഒരു തരത്തിലുള്ള സാമ്പത്തിക നഷ്ടം ഉണ്ടായാലും വലിയ ബാധ്യത വരുത്തി വയ്ക്കുന്നു. എന്നിട്ടും ലെഫ്റ്റ് സർക്കാർ എന്തുകൊണ്ടായിരിക്കാം ഇതിനകത്തെ പൊളിറ്റിക്കൽ താല്പര്യങ്ങൾ എന്തായിരിക്കും? പൊളിറ്റിക്കൽ എന്ന് പറയുന്നത് ഇവർ ഇരുകൂട്ടരും വിചാരിച്ചിരിക്കുന്ന പൊളിറ്റിക്കൽ താല്പര്യം എന്ന് പറയുന്നത്
ഇതിൻ്റെ പേരിൽ രാഷ്ട്രീയമായി ഇപ്പോൾ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് അത് കഴിഞ്ഞാൽ ഇനി അസംബ്ലി തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഞങ്ങൾക്കാണ് ഇതിൻ്റെ ക്രെഡിറ്റ്. പക്ഷേ അങ്ങനെ പറയുന്നത് മണ്ടന്മാരാണെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം ഇതേ ക്രെഡിറ്റ് തന്നെയാണല്ലോ പിന്നെ ഈ വല്ലാർപാടത്തെക്കുറിച്ച് ആദ്യം അന്ന് സ്വപ്ന പദ്ധതി എന്നൊക്കെ പറഞ്ഞത് ഇലക്ഷന് വേണ്ടി രാഷ്ട്രീയമായിട്ട്. ഇപ്പൊ ആരെങ്കിലും ഞങ്ങളാണ് വല്ലാർപാടത്തിന്റെ ഉപജ്ഞാതാക്കൾ, ഞങ്ങൾക്ക് അതുകൊണ്ട് വോട്ട് ചെയ്യണമെന്ന് പറയുമോ? ഇപ്പൊ വിഴിഞ്ഞം അപ്പൊ അവര് വിചാരിച്ച് ഇപ്പൊ കഴിഞ്ഞ ഇതിപ്പോ ട്രയൽ റണ്ണിന്റെ ഉദ്ഘാടനമാണല്ലോ. പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് മുമ്പ് ഇവർ കഴിഞ്ഞ വർഷം വേറൊരു ഉദ്ഘാടനം നടത്തിയിരുന്നല്ലോ. എന്താണ് ഈ വലിയ ക്രെയിൻ കൊണ്ടുവന്നപ്പോൾ അതൊരു ഉദ്ഘാടനം. അതെന്തിനു വേണ്ടിയിട്ടായിരുന്നു? അത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഈ ഞങ്ങളാണ് ഇത് ചെയ്തതെന്ന് വരുത്തി തീർക്കാനായിട്ടായിരുന്നു. പക്ഷേ അങ്ങനെ ചെയ്തിട്ട് തിരുവനന്തപുരം പാർലമെന്റ് സീറ്റിൽ LDF എന്തെങ്കിലും വോട്ട് കൂടുതൽ കിട്ടിയോ? ഇതാണ് ഞാൻ പറയുന്നത്, മണ്ടത്തരം. ഇലക്ഷനാണ്, രാഷ്ട്രീയമാണ്. അപ്പൊ കാരണം ഇതൊരു നമ്മളിതൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ സിറ്റിയിലൊക്കെ വസിക്കുന്ന അല്ലെങ്കിൽ അകത്ത് കരയെക്കുറിച്ചോ കടലിനെ കുറിച്ചോ അല്ലെങ്കിൽ ഈ ഷിപ്പിങ്ങിനെ കുറിച്ചോ യാതൊരു ഗ്രാഹ്യവും ഇല്ലാത്ത സാധാരണക്കാരായ മനുഷ്യർ ഇതിനെ ഒരു വലിയ പദ്ധതിയും സ്വപ്നമായിട്ടാണ്. പിന്നെ തിരുവനന്തപുരംകാരെ സംബന്ധിച്ചിടത്തോളം കൊച്ചിക്കാരെ പോലെ എപ്പോഴും കപ്പൽ കാണുന്നില്ല. അവരെ സംബന്ധിച്ച് എൻ്റെ കടലിൽ അടുത്ത് വന്നൊരു കപ്പൽ കാണാൻ കഴിയുക എന്ന് പറയുന്നത് ഒരു വലിയ കൗതുക കാഴ്ചയാണ്. അത് നമ്മൾ നിസ്സാരമായി കാണരുത്. മീഡിയ നോക്കുമ്പോൾ നമുക്കത് തോന്നുന്നു. മീഡിയയും അങ്ങനെയാണ്. അയ്യോ എൻ്റെ നാട്ടിൽ തുറമുഖം വന്നൊരു കപ്പൽ വന്നു, ആ കപ്പലിൻ്റെ അടുത്ത് പോയി നിന്ന് ഫോട്ടോ എടുക്കുക. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ അതിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോ എടുത്ത് ഞാൻ കപ്പൽ അടുത്ത് പോയി കണ്ടു. അപ്പോൾ ഈ കപ്പലിനെ കാഴ്ച എന്നുള്ള വസ്തു എന്നുള്ള നിലയിൽ കപ്പൽ കാണുക എന്നുള്ളത് ഒരു വലിയ അതിൻ്റെ ഒരു സ്വപ്നവും ആവേശവും ഇവിടുത്തെ ജനങ്ങൾക്കുണ്ട്. പക്ഷെ അതൊന്നും എത്ര കാലം കഴിയും? കുറച്ചു നാൾ കഴിയുമ്പോൾ ആ കാഴ്ച മടുക്കില്ലേ നമ്മൾ അത് വെച്ചിട്ട്. ഇത് അപ്പൊ പലരും പിന്നെ വിചാരിക്കുന്ന പലരും ഇവിടെ ആയിരക്കണക്കിന് ജോലി കിട്ടും. അത് ഒന്നുമില്ലല്ലോ, ഒന്നും അല്ല എന്നുള്ളത് നമുക്കല്ലേ അറിയൂ. ഇത് ആളുകളോട് പക്ഷെ ഇവരൊക്കെ പറയുന്നത് ഇപ്പം ഗവൺമെന്റ് തന്നെ എന്താ പറയുന്നത്, കപ്പൽ തുറമുഖം വരുന്നതോടുകൂടി. അപ്പൊ അവരിപ്പം മനസ്സിലാക്കിയിട്ടുണ്ട് അതിനകത്ത് ജോലിയൊന്നും കിട്ടാൻ പോകുന്നില്ല. പക്ഷെ ഇപ്പൊ അവർ പറയുന്നത് എന്താ, ഈ തുറമുഖം വരുന്നതോടുകൂടി തുറമുഖത്തിന് അടുത്ത് ഭയങ്കര വ്യവസായങ്ങളുണ്ടാവും. ഇപ്പോൾ ഐസക്ക് പോലും പറയുന്നത് ഇൻഡസ്ട്രിയൽ പാർക്ക്, ഇടനാഴി, ഇതൊക്കെയാണ് പറയുന്നത് ഈ തുറമുഖം. ഇതേ വാദമാണ് വല്ലാർപാടത്തിൻ്റെ കാര്യത്തിൽ ഇവർ കുറേ കാലം മുമ്പ് പറഞ്ഞിരുന്നത്. അവിടെ എന്തെങ്കിലും വ്യവസായങ്ങൾ പുതുതായിട്ട് ഇതുകൊണ്ടുണ്ടായോ? അപ്പം അതൊന്നും ആലോചിക്കാതെയാണ് ഇവരിങ്ങനെ ഈ മോഹന വാഗ്ദാനങ്ങൾ കൊടുത്ത് അത് വിശ്വസിക്കുന്ന ജനത കൂടുതൽ ഉള്ളിടത്തോളം കാലം രാഷ്ട്രീയക്കാർ ആ വഴിക്ക് നീങ്ങും. ഇനിയിപ്പോൾ ഇത് പരാജയപ്പെട്ടാലോ 2 വർഷം കഴിയട്ടെ, ഇതൊന്നും ശരിയാകുന്നില്ല, വരുമാനം കിട്ടുന്നില്ല, കപ്പലുകൾ വരുന്നില്ല, ഡ്രഡ്ജിങ് നടത്തേണ്ടി വരുന്നു. അന്നേരം ആരെയായിരിക്കും ഇവർ പഴിക്കുക? ഇടതുകാർ വീണ്ടും മറ്റവരെ പഴിക്കും. എന്താ പറയും, ഉമ്മൻചാണ്ടി അല്ലേ പറഞ്ഞത് ഇതൊരു സ്വാഭാവിക ആഴം ഇത്രയുണ്ട്, ഡ്രഡ്ജിങ് വേണ്ട എന്ന് ഉമ്മൻചാണ്ടി അല്ലേ പറഞ്ഞത്, ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഡ്രഡ്ജിങ് വേണ്ടി വരുമ്പോൾ ഈ ഡ്രഡ്ജിങ് വന്നാലും അദാനിക്ക് നഷ്ടമൊന്നുമില്ല കേട്ടോ. കാരണം എന്താ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഡ്രഡ്ജറുകളുള്ള കമ്പനി അദാനിയുടെയാണ്. അപ്പം അദാനിക്ക് ആ ഡ്രഡ്ജറുകൾ ഉപയോഗിച്ച് അതിൻ്റെ കോസ്റ്റ് എവിടെയാണ് കയറുക? ഈ തുറമുഖത്തിൻ്റെ വരുമാന ചെലവുകളുടെ കൂട്ടത്തിൽ അതും വരും, ഡ്രഡ്ജിങ് കോസ്റ്റും അതിനകത്ത് കയറും. അപ്പോൾ അത്രയും ഡ്രഡ്ജിങ് കോസ്റ്റ് കയറി വരുമ്പോൾ അദാനിക്ക് ഡ്രഡ്ജ് ചെയ്യുന്നതിന് പണവും കിട്ടും. കേരള ഗവൺമെൻറ്റിന് കൊടുക്കേണ്ട ഷെയർ കുറയും. 1% എന്നുള്ളത് പോലും കൊടുക്കേണ്ടി വരുന്ന സമയത്ത് പോലും വളരെ കുറയും. കാരണം ചിലവ് ഇത്രയധികം വന്നു, ഡ്രഡ്ജിങ്ങിൻ്റെ ചിലവ് വന്നു എന്ന് പറയും. അപ്പോൾ ഇങ്ങനെ വന്നു കഴിയുമ്പം ഇവർ പരസ്പരം പഴിച്ച് രക്ഷപ്പെടുമെന്നല്ലാതെ നമ്മൾ ജനമാണ് അവസാനം ഇതെല്ലാം സഹിക്കാൻ. നേരത്തെ ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ, അതായത് ഇതിൻ്റെ ഈ കരാറിൻ്റെ ഏതെങ്കിലും ഘട്ടത്തിൽ വെച്ചിട്ടേ പിന്മാറാനുള്ള മ്യൂച്വലായിട്ടല്ല സംസ്ഥാന സർക്കാരിന് അതിന് സാധിക്കുമായിരുന്നോ? ഒരു രാഷ്ട്രീയ ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ സാധിക്കുമായിരുന്നു. പക്ഷെ അതിന് വലിയ വില ചിലപ്പോൾ കൊടുക്കേണ്ടി വരും. എന്താ വില? UDF-കാർ പറയും ഒരു നല്ലൊരു സാധ്യമായ ഒരു വിജയിക്കാൻ എല്ലാ കോടികൾ സമ്പാദിക്കാൻ കഴിയുന്ന ഒരു പദ്ധതിയെ നശിപ്പിച്ചു എന്ന് പറയും. അപ്പോൾ ആ നശിപ്പിച്ചു എന്ന് പറയുന്നതിനെ നേരിടണമെങ്കിൽ ഞാനീ പറയുന്നത് പോലുള്ള വസ്തുനിഷ്ഠമായിട്ട് കാര്യങ്ങൾ പറയാനുള്ള ഒരു ആർജവം കാണിക്കണം. രാഷ്ട്രീയമായിട്ടുള്ള ഒരു ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ അത് സാധിക്കും. അങ്ങനെയുള്ള ഒരു കൂട്ടർക്ക് മാത്രമേ. അപ്പം അതൊന്നും ഇവർക്കില്ല, ആർക്കുമില്ല. അത് അപ്പോഴല്ലേ വരുമ്പോൾ കണ്ടോളാമെന്നുള്ളതാണ് ഇവരുടെ എല്ലാം ഇത്. ഇപ്പം നമ്മൾ തന്നെ ആലോചിച്ച് നോക്കുക, 40 വർഷം കഴിയുമ്പോഴല്ലേ ഈ ടെർമിനേഷൻ ഫീസ് കൊടുക്കേണ്ടത്. നമ്മൾ ആരെങ്കിലും ജീവിച്ചിരിക്കുമോ? എനിക്കറിയില്ല.
അപ്പം അതുകൊണ്ട് ഇപ്പോഴിരിക്കുന്ന ഭരണാധികാരികൾ നമ്മുടെ കാലത്തൊന്നും ഒന്നും ഇതൊന്നും സംഭവിക്കില്ല. പക്ഷെ അടുത്ത തലമുറയിലുള്ളവർ ആരെ പഴിക്കും, അതാണ് ആലോചിക്കേണ്ടത്. അപ്പം അദാനിയെ സംബന്ധിച്ച് ഇതൊരു ഭയങ്കരമായ ഇന്ത്യയിൽ വേറെ ഒരു തുറമുഖവും അദാനിക്ക് ഇത്രയും സൗജന്യങ്ങളോടെ ഇത്ര ഈ രീതിയിലുള്ള 15 വർഷം കഴിഞ്ഞ് പൈസ കൊടുക്കണമെന്നുള്ള വ്യവസ്ഥയോടുകൂടി ഒരു കരാറും ഇന്ത്യയിലില്ല. കേരളത്തിൽ മാത്രമേ ഉള്ളൂ. പിന്നെ അദാനി നോക്കുന്ന ഒരു കാര്യം, കേരളത്തിലെ എല്ലാ രാഷ്ട്രീയക്കാരും ഈ തുറമുഖത്തിന്റെ പേരിൽ അദാനിയെ വെളുപ്പിക്കുകയാണ്. ഈ അതിന്റെ ഒരു പൊളിറ്റിക്സ് ഉണ്ടല്ലോ, അതായത് കേന്ദ്ര സർക്കാർ, നരേന്ദ്രമോദി, BJP, RSS ആയിട്ടുള്ള അവര് അദാനിയും തമ്മിലുള്ള ഒരു ബന്ധത്തെക്കുറിച്ച് നിരന്തരം വിമർശിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ ഇടതുപക്ഷവും വലതുപക്ഷവും UDF-ഉം LDF ഇവിടെ ഒരു തർക്കവും ഇല്ല. ഇപ്പൊ ഇന്ത്യയിൽ തന്നെ കോൺഗ്രസിനകത്ത് ഏറ്റവും കൂടുതൽ അദാനിയെ വിമർശിക്കുന്ന രാഹുൽ ഗാന്ധിയാണല്ലോ. ഈ രാഹുൽ ഗാന്ധിയുടെ അനുയായികളായിട്ടുള്ള KC വേണുഗോപാൽ പോലും കേരളത്തിലെ അദാനിക്ക് ഈ പദ്ധതി കൊടുത്തത് തെറ്റായിപ്പോയി എന്ന് പറയാനുള്ള ഇത് ആർജവം കാണിച്ചില്ലല്ലോ. അത് ചെയ്യില്ല. അപ്പം അവിടുത്തെ രാഹുൽ ഗാന്ധി വേറെ, അല്ല അവിടുത്തെ അദാനി വേറെ, ഇവിടുത്തെ അദാനി. അതുകൊണ്ടും കൂടിയാണ് ഞാൻ നേരത്തെ വെച്ചത്, വെറും തെരഞ്ഞെടുപ്പ് മാത്രമാണോ അതോ ഇത്തരം മൂലധന താല്പര്യങ്ങള്, പണപരമായ താല്പര്യങ്ങൾ? തീർച്ചയായിട്ടും ഈ അദാനി എല്ലായിടത്തും എവിടെയെല്ലാം പോകുന്നു രാഷ്ട്രീയക്കാർക്കും ധാരാളം സഹായിക്കും. ഇപ്പൊ അദാനിയുടെ എംപയർ എന്ന് പറയുന്നത് ഊഹക്കച്ചവടത്തിലൂടെയുള്ള, ഇപ്പൊ ഓഹരിയിൽ ഷെയർ മാർക്കറ്റിൽ അദാനിയുടെ ഇതാണ്. അപ്പൊ അദാനിയുടെ ഉദ്ദേശത്തിലോ അല്ലെങ്കിൽ ലക്ഷ്യത്തിലോ കവിഞ്ഞ രീതിയിലുള്ള പണം ജനം ഇങ്ങനെ അദാനിക്ക് നിക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അത് വെച്ച് എന്തും ചെയ്യാമല്ലോ. ഈ ഒരു ചീട്ടുകൊട്ടാരം പോലെ ഒരുപക്ഷെ നാളെ തകർന്നു വീഴുമായിരിക്കും, അത് വേറെ കാര്യം. പക്ഷെ അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ഇത് നഷ്ടമോ ലാഭമോ എന്നുള്ളത് മാത്രമല്ല, ഈ പണം ഇതിനു വേണ്ടിയിട്ട് ഈ രാഷ്ട്രീയക്കാരെ മുഴുവൻ വിലക്കെടുക്കുകയും ചെയ്യും.